കുഞ്ഞുനാളിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു പേന നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മേലെ കൂടെ എങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മേലെ കൂടെ പോയ പേന എടുത്തിട്ട് ആൻസർ ഷീറ്റിൽ വെച്ചാൽ ആ പേന സ്വയം എഴുതുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കെമിസ്ട്രീൻ്റെയും ഫിസിക്സിൻ്റെയും കണക്കിൻ്റെയും ഒക്കെ പരീക്ഷേൻ്റെ ഇടയിൽ ഞാൻ ആലോചിച്ചു. എന്നെ പോലെ കുറേ ആളുകൾക്ക് അങ്ങനെ ഒരു ആലോചന ഉണ്ടാവും. ഫിലിപ്പ് ആൻഡ് മങ്കിപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് നമുക്ക് അത്രയും റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയത് നമ്മൾ ഇതുപോലെ ചിന്തിച്ചിരുന്നു എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, ചോദിച്ചാൽ എല്ലാത്തിനും ഉത്തരം കിട്ടുന്ന രീതിയിൽ നമ്മുടെ ചോദ്യങ്ങൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ റിയൽ ആയിട്ട് വരുന്നതും ലൈക്ക് ലിറ്ററലി ഒരു പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ പടത്തിൽ വരയ്ക്കുന്ന അല്ല തന്നെത്താനെ നമുക്ക് വേണ്ടി നമ്മൾ ആലോചിക്കുന്ന ആലും വരയ്ക്കുന്ന അങ്ങനെ ഞാനും ആലോചിച്ചിട്ടുണ്ട്. റൗൾ ആലോചിച്ച് റൗൾ അതിനുള്ളൊരു വഴിയും കണ്ടുപിടിച്ച് റൗൾ സുന്ദരമായിട്ട് അത് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കാര്യം പറയുന്നത് അത്രയും നമുക്ക് അത്ഭുതപ്പെടാൻ ഒരു 100 കാരണങ്ങളുണ്ട്. അത്ഭുതപ്പെട്ട് അന്തം വിട്ടിരിക്കുന്നതിന് പകരം അതിനകത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ മോഹൻലാൽ പറഞ്ഞ ഡയലോഗാണ്, ആ സാഗരത്തിനുള്ളിൽ നീന്തി തുടിക്കുന്ന ഒരു കുഞ്ഞ് താറാവായി മാറണം നമ്മൾ. ആ സാഗരം തീർച്ചയായിട്ടും നിങ്ങൾ ഈ അത്ഭുതം പറയുമ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഐ ഡോണ്ട് നോ, ഇറ്റ് ഹാസ് ഹാപ്പൻ ടു മീ. നമ്മൾ എന്തെങ്കിലും കാര്യം ഇങ്ങനെ ആലോചിക്കാം, 2 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ബ്രൗസറിൻ്റെ അകത്തോ ആഡ് വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ കുറച്ച് നേരത്തെ കൂടെ പറഞ്ഞത് ജസ്റ്റ് ചിന്തിച്ചാൽ നമ്മൾ ചിന്തിക്കുന്നതാണ്. ഇവൻ വർത്താനം പറഞ്ഞില്ലേ വരെ ചിലപ്പോൾ വരും. അത് തന്നെയാണ് അസ്യൂം ചെയ്യുമ്പോൾ വരും. നമ്മള് അതാണ് ഏഴ് തോട്ട്. ഇപ്പൊ ഇനിയിപ്പോ അഡ്വാൻസ്ഡ് ആവുമ്പോൾ കാര്യം തന്നെ ജെയ്സൺ പ്രോംപ്റ്റ് എന്ത് ചിന്തിക്കുന്നു അത് ജെയ്സൺ പ്രോംപ്റ്റ് ആക്കുക. മനസ്സിലായില്ലേ? ഇപ്പൊ എന്തായിക്കോട്ടെ, എന്ത് കാര്യം അപ്പം ഇത് ഹ്യൂമന്റെ ബ്രെയിൻ എങ്ങനെയാണ് ഇത് എന്താ പറയാ എത്രത്തോളം എന്താ പറയാ അതിൻ്റെ ഒരു പോക്ക് പിടിക്കുക എന്നുള്ളതിൻ്റെ കാര്യം എന്നൊക്കെ. ജെയ്സൺ ബ്രോനെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ആപ്പുകളും ഇപ്പോൾ ഗൂഗിൾ മാപ്പ് ആയിക്കോട്ടെ. ഇപ്പം എൻ്റെ കാര്യം എടുത്തോ, ജോ രാവിലെ എന്ത് ചെയ്യുന്നു, ഞാൻ രാവിലെ എന്ത് കഴിച്ചു, ഞാൻ ചിലപ്പോൾ ഏതെങ്കിലും വാട്സപ്പിൽ ഒരാളോട് പറഞ്ഞു ഞാൻ ഇന്ന ഫുഡായിട്ടോ കഴിക്കണേ, നമ്മുടെ ഫോണിൽ കേൾക്കാണ്. അപ്പോൾ ഞാനൊരു ദിവസം എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ. ഞാനൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്തു, നമ്മുടെ ടേസ്റ്റ് അടക്കം എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫോണിന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഓക്കെ അറിഞ്ഞു എന്തു പറയാ. അപ്പൊ അതുകൊണ്ട് ഇനി നാളെ എന്താ ഞാൻ ചെയ്യാൻ പോണതടക്കം ഈ ഒരു പാറ്റേണിൽ ഹ്യൂമൻ ബ്രെയിൻ എന്താ ചിന്തിക്കുന്നത് ഈസി ആയിട്ട് ചിന്തിക്കും. നാളെ ജെയ്സിൽ എന്താ ചെയ്യാൻ പറ്റുക, ചിലപ്പോൾ ജെയ്സിൽ തന്നെ ഓൾറെഡി ഫോണിനോട് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും മെസ്സേജ് ചെന്നാൽ എനിക്ക് ഇന്നൊരാളെ മീറ്റ് ചെയ്യാം, ഈസി ആയിട്ട് പറയും ഇന്നൊരാളെ മീറ്റ് ചെയ്യണം ഇന്ന സ്ഥലത്താണ്. നമ്മൾ പോണ വഴി ചിലപ്പോൾ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ആഡ് വരെ ചിലപ്പോൾ അതിൽ വരാം. എല്ലാ കാര്യങ്ങളും ഈച്ച് കാര്യങ്ങളും നമ്മൾ ഫുള്ളി മോണിറ്റേർഡ് ആണ് ഇപ്പോൾ. മനസ്സിലായി? അപ്പൊ നമ്മൾക്കിപ്പോ എന്താ, അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ന്യൂ നോർമൽ ലൈഫിലേക്ക് എങ്ങനെ പോവാന്നുള്ളത്. അപ്പൊ ഈവൻ ഇപ്പൊ നമ്മള് ആ ഒരു വലിയ കാര്യങ്ങളിലേക്ക് പോകാതെ മോംസ് ആൻഡ് വൈഫ്സിന്റെ ഞാൻ ചോദിക്കാൻ വേണ്ടിയിരിക്കുന്നത്, അതായത് ഇപ്പൊ നമ്മൾ ഒരുപാട് സംഗതികൾ ഏയുടെ സാധ്യതകളെ കുറിച്ച് പറഞ്ഞു, മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ പാട്ടുണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, നമ്മൾ ഒരുപാട് മറ്റേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ മോംസ് ആൻഡ് വൈഫ്സിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് എഐനെ എങ്ങനെയാണ് ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റുക, എന്തൊക്കെ സാധ്യതകൾ നമുക്കവിടെ ഉണ്ട്? ഓക്കെ, സാധ്യതയേ ഉള്ളൂ. നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങണം, ഒരു ഐഡിയ ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെന്ന് കയ്യിൽ മൊബൈലിൽ ChatGPT ചോദിക്കുക അങ്ങനെ ബിസിനസ് ചെയ്യേണ്ടെന്ന്. എന്ത് ബിസിനസ്സാണ് നിങ്ങൾക്കുള്ള, നിങ്ങൾ വിചാരിക്കുന്നേക്കാളും നിങ്ങളുടെ ഐഡിയയെക്കാളും കൂടുതൽ നല്ലൊരു ഐഡിയ ഇങ്ങോട്ട് തരും. അതിനി എങ്ങനെയാണ് ചെയ്യേണ്ടത് അതും അവർ തരും. നിങ്ങൾക്ക് ഇനി ഒരു വീഡിയോ ഉണ്ടാക്കണം, എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടത് അതും ChatGPT തരും. ഓക്കെ, ഇതിന് മാർക്കറ്റിങ്ങിൽ എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് റീൽ ഉണ്ടാക്കണോ, ഇതുണ്ടാക്കണോ, അത് ഏത് ടൈപ്പ് റീലായിരിക്കണം, ആൾക്കാരുടെ ഓഡിയൻസ് എന്താണ്, ഇന്ന സ്ഥലത്ത് ഇപ്പൊ നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താണ്, അതിനനുസരിച്ച് അതുവരെ നിങ്ങൾ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം എന്റെ പോലെ തന്നെ നിങ്ങൾ എല്ലാവരും കണക്റ്റഡ് ആണ് AI. അപ്പോൾ ഈച്ച് പേഴ്സൺ അറിയാം അതിപ്പോ എന്താണ് എല്ലാവരും ചെയ്യുക. ഇപ്പൊ എനിക്കൊരു പ്രൊഡക്റ്റ് ഇറക്കണം, ഓക്കെ, ഇവിടെ ഒരു കാർ ഇറങ്ങുന്നു, ആ കാറിന് ഇപ്പോൾ റൗളിന് ഇഷ്ടമുള്ള കാർ ഏതാണ്, ടെസ്റ്റിലായിരിക്കാം, എനിക്ക് ഇഷ്ടമുള്ള കാർ, എനിക്ക് ആ കാറിൽ വേണ്ട ഫീച്ചേഴ്സ് എന്താണെന്ന് നടക്കും, ഞാൻ കാർ യൂസ് ചെയ്യുന്ന അറിയാലോ. അപ്പോൾ ഒരു കാർ ഇറക്കുമ്പോൾ ഈ എല്ലാ ഡേറ്റയും കളക്ട് ചെയ്തിട്ടാണ് അവർ ആ കാർ ഇറക്കുക. ഇത് ഞാൻ എല്ലാ പ്രൊഡക്റ്റും അങ്ങനെ തന്നെ. അതാണ് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ അജു പറഞ്ഞ പോലെ സെയിം ഈ ഒരു എന്താണ് നമുക്ക് വേണ്ട ബിസിനസ്സിനനുസരിച്ച് ടാർഗറ്റ് ഓഡിയൻസ് അല്ലെങ്കിൽ അടുത്തൊരു കാര്യത്തിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇൻക്ലൂഡിങ് കംപ്ലീറ്റ് ഒരു ബിസിനസ് പ്ലാൻ നമുക്ക് തരും. നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നം എന്ന് പറയും, ഇപ്പോൾ മോംസ് ആൻഡ് വൈഫ്സിന്റെ കേസ് എടുക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നം വീട്ടമ്മമാരാം, അയ്യോ എനിക്കൊരു കഴിവുകളും ഇല്ലല്ലോ, ഞാൻ ഇതിന് ഞാൻ എങ്ങനെ ഇതിനകത്ത് കയറുക. നിങ്ങൾ ആദ്യം തന്നെ ചെയ്യാം. ഇപ്പൊ നേരത്തെ പറഞ്ഞു ഒന്നും ChatGPT ഏത് സോഫ്റ്റ്വെയർ തുറക്കുക, ചോദിക്കുക എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് എക്സ്പെക്ട് ചെയ്തത്. ഓക്കെ ഞാൻ ചിലപ്പോൾ എനിക്ക് പൊറോട്ട ഉണ്ടാക്കാൻ അറിയാം, യൂട്യൂബ് നോക്കി പഠിച്ചാൽ മതി. അത് പിന്നെ ഞാൻ ആ പൊറോട്ട കുറച്ച് സ്പെഷ്യലായിട്ട് പൊറോട്ടയിൽ ചിലപ്പോൾ കുറച്ച് എഗ് ഇത് ചെയ്തിട്ട് ഒരു ഫ്യൂഷൻ പൊറോട്ട
മാത്രം. നിങ്ങൾ ലൈക്ക് ഫൈസി മറ്റേ ഉസ്താദ് ഹോട്ടലിൽ ചെയ്ത പോലെ. എന്തായിക്കോട്ടെ, നിങ്ങൾ എപ്പോഴും ഒരു യുണീക്ക് സാധനം അത് കുറച്ച് ഹൈലൈറ്റ് ചെയ്യണമായിരിക്കും എപ്പോഴും. ഇപ്പോഴത്തെ ഒരു ബിസിനസ് ഐഡിയ ഒക്കെ ഏറ്റവും നല്ലത്. അപ്പോൾ ഏതൊരു സാധനം എടുത്തിട്ട് നിങ്ങൾ ഒരൊറ്റ പ്രൊഡക്റ്റ് മാത്രം ഹൈലൈറ്റ് ചെയ്ത് ചെയ്യുക. ഇപ്പോൾ ഓക്കെ എന്തും ആയിക്കോട്ടെ. ഇപ്പോൾ ഇവിടെ അടുത്തറിയാം ഒരു ലേഡിയാണ് ആ ഒരു ക്രീം ബൺ ഭയങ്കര ഫേമസ് ആക്കി. ഏറ്റവും കൂടുതൽ അറിയുന്ന സാധനം അത്, എനിക്ക് പേര് കൊണ്ടുവന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു യുണീക്ക് പ്രൊഡക്റ്റ് ഇതുപോലെ എയുടെ സഹായത്തോടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു റെസിപ്പി എടുത്തിട്ട് അത് നിങ്ങൾ ബ്രാൻഡ് ചെയ്തിട്ട് നിങ്ങൾ കൊണ്ടുവരാൻ നോക്കുക. അതിന് എല്ലാ സഹായവും മാർക്കറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ടാർഗറ്റ് ഓഡിയൻസ് എന്താണ്, ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആക്കിയെടുക്കാം. അത് ഏത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ബിസിനസ് പ്ലാനോ, അത് നിങ്ങളുടെ യുണീക്നെസ് എന്താണെന്ന് നിങ്ങൾ ആദ്യം തിരിച്ചറിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ തന്നെ ഐഡിയയിൽ എന്തെങ്കിലും നിങ്ങളുടെ കാര്യം റിലേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതിൽ മൂവ് ചെയ്യുക. ഞാൻ എൻ്റെ അത് കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ മലയാളികളുടെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ നമുക്ക് അറിവില്ലെന്നൊരു ഇതുണ്ട്. ദേ ഡോണ്ട് ഹാവ് കോൺഫിഡൻസ് ഇൻ ദംസെൽഫ്. ഇൻഫാക്ട് മലയാളികൾ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ എല്ലായിടത്തും ഏറ്റവും ബെറ്റർ എംപ്ലോയീസ് ആണ്. ഓക്കെ, ആൻഡ് ദേ ഡു ബിസിനസ്സസ് ടു. ഓക്കെ, നമ്മുടെ ഈ ഒരു നോളേജ് എത്രയും ഉണ്ടെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. പക്ഷെ അത് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണിത്. ഓക്കെ, ഏതൊരു ഫീൽഡാണെങ്കിലും. ഇപ്പോൾ ക്രീം ബൺ പറഞ്ഞു. ഓക്കെ, ഇനി ക്രീം ബണ്ണോട്ട് ഉറങ്ങാനുള്ള ടെക്നോളജി വരെ, ഉറങ്ങുന്നതിന് വരെ പൈസ കൊടുക്കുന്നുണ്ട് മാട്രസസ് കമ്പനി. ഓക്കെ, സോ വാട്ട് എവർ യുവർ പൊട്ടൻഷ്യൽ ഇസ്, ലൈക്ക് ഒരു സ്ത്രീയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദർ ഇസ് നോബഡി ടു സപ്പോർട്ട് ഹർ. എസ്പെഷ്യലി നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ, നമ്മുടെ കമ്മ്യൂണിറ്റി ഇസ് ആക്ച്വലി ബെറ്റർ ദാൻ ലോട്ട് ഓഫ് അതർ കമ്മ്യൂണിറ്റീസ്. അപ്പം അവരെ they have to be very dependent on their men or partners or something like that. Although there are a lot of women who are single, but they also struggle. Okay, അവരും ഭയങ്കര സ്ട്രഗിൾ ഇതിലാണ്, ഈവൻ ദോ ദേ ആർ സിംഗിൾ. അപ്പം അവർക്കൊരു ഹെൽപ്പായിട്ട് അവരെ വഴി കാണിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. മൊബൈൽ എടുക്കുക, ഓൾ യു നീഡ് ടു ഡു ഇസ് ആസ്ക്. പണ്ട് നമ്മൾ പറയും ഗൂഗിൾ ചെയ്യണമെന്ന്. ഗൂഗിൾ എന്താണ് ചെയ്യേണ്ടത്? ഗൂഗിളിൽ പോകണം, പിന്നെ നമ്മൾ റിസർച്ച് ചെയ്യണം, 2-3 പേജിൽ പോകണം, 10-15 പേജിൽ പോകണം, ഇതാണോ എന്ന് ഇവിടുന്ന് ഡേറ്റ എടുക്കണം. ഇത് ചുമ്മാ ജസ്റ്റ് ചോദിച്ചാൽ മതി. നമ്മളോട് കറക്റ്റായിട്ട് പറഞ്ഞുതരും നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന്. നമ്മുടെ ഭാഷയിൽ, നമ്മുടെ ഡയലക്റ്റിൽ. നിങ്ങൾ കോഴിക്കോടുകാരാണോ അല്ലെങ്കിൽ മധ്യതിരുവിതാംകൂറാണോ, നിങ്ങളുടെ മലയാളത്തിൽ നിങ്ങളുടെ ഡയലക്റ്റിൽ നിങ്ങളോട് പറഞ്ഞു തരും. നമുക്ക് അങ്ങോട്ട് ചോദിക്കുന്നത് അതിലാണ്, ഇംഗ്ലീഷ് പറയണ്ട. ഇറ്റ്സ് റൈറ്റ് ദെയർ. സോ ഇറ്റ്സ് അമേസിങ്. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ കുറച്ചും കൂടെ മോംസ് ആൻഡ് വൈഫ്സ് ഈ ChatGPT പോലത്തെ ഒരു പുതിയ സാങ്കേതിക വിദ്യയിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈവൻ നമ്മുടെ പ്രൊഡക്റ്റ് എങ്ങനെ സെല് ചെയ്യാം, എങ്ങനെ അത് മാർക്കറ്റ് ചെയ്യാം, അതിൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാം, റീലാക്കിയിട്ട് അഡ്വർടൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളിലേക്ക് അവർ വർക്കിംഗ് ഓൺ ഇറ്റ്, റൈറ്റ്? നമ്മൾ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിൽ അത് റിലേറ്റ് ചെയ്തിട്ട് ഇനി മാറാനായിട്ട് ശ്രമിക്കുക. ആ സ്വിച്ച് ഇപ്പോൾ ഓക്കെ, ഇവിടെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിൽക്കുന്ന ആളുകൾ പ്രൊഡ്യൂസറാണ് ചോദിക്കുക, ഒരു പ്രൊഡ്യൂസർ ആവും. അവനത് മാർക്കറ്റ് ചെയ്യണത് ഇനി അഡ്വർടൈസ്മെന്റ് ഇങ്ങനത്തെ രീതിയിൽ ചെയ്യാൻ പറ്റുന്നാക്കാം. അല്ല എന്തെടുത്തോ, ഏത് ഫീൽഡ് എടുത്തോ അതിനകത്ത് ഒരു എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാന്നുള്ള കാര്യത്തിനെ കുറിച്ചായിരിക്കും ഇനി ചിന്തിക്കേണ്ടത്. കാര്യം ഞാൻ പറഞ്ഞില്ല, ഇനി ഒരു ഫ്യൂച്ചർ ഷിഫ്റ്റ് ആണോ, അങ്ങനെ ഒരു ഷിഫ്റ്റിലേക്കാണ്. നിങ്ങൾ ഇതിനെ അറച്ച് നിൽക്കരുത് അല്ലെങ്കിൽ മടിച്ച് നിൽക്കരുത്. അടുത്ത സ്റ്റെപ്പ് എന്താണ്, അതിലേക്ക് ചാടി പിടിച്ചിരിക്കുക. കാരണം നമുക്ക് സർവൈവ് ചെയ്യണം, അല്ലാണ്ട് നിവർത്തിയില്ല. ഇനി കുറച്ച് നാളെ നിന്ന് ആ ഒരു സ്ഥിതിയിലേക്ക് എത്തുമ്പോൾ ഒരിക്കലും നിങ്ങൾ ബാക്കിലാവരുത്. ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ആ ഒരു അവയർനെസ്സും കൂടെ കൊടുക്കാന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. മനസ്സിലായോ? അപ്പോൾ അത് ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 50% ആൾക്കാരുടെ ജെയ്സൺ ബ്രോണിന്റെ ഫ്രണ്ട്സ് അടക്കം പറയും വിൽ ഫേസ് ഇറ്റ്. ഞാൻ ഇപ്പം തന്നെ കാണാം എത്രയോ IT കമ്പനികൾ എത്രയോ ആളുകളെ റീപ്ലേസ് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് ഏജൻസിയിൽ പോയി വർക്ക് ചെയ്യാനാണ്. ഇപ്പം ഈ അടുത്ത് പോയ ഏജൻസിയിൽ ചെന്നപ്പോൾ എനിക്കറിയാവുന്ന ഒരു കോപ്പി റൈറ്റർ ഉണ്ട്. ആ കോപ്പി റൈറ്റർ അവിടെ ഇല്ല. ഞാൻ ചോദിച്ചു, പറഞ്ഞ ക്ലയന്റ് ChatGPT ഇൻസ്റ്റാൾ ചെയ്തെന്ന്. ഞാൻ പറയുന്നു കോപ്പി റൈറ്റേഴ്സ് ഇല്ല ഇത്തെ ഏജൻസിയില്, ഒറ്റ ലാംഗ്വേജിനും. നമുക്കൊക്കെ പേടിക്കേണ്ട ഒരു സമയമാണ് സത്യം പറഞ്ഞാല്, അല്ലേ? അത് ഒറ്റ കാര്യം ഞാൻ പറയണേ. ഇപ്പൊ അറിയാം, ചൈനയിൽ റോബോ ടാക്സി ഓൾറെഡി വന്നു. അവരാദ്യം തന്നെ ഒരു 400 കാർസ് ഇറക്കി. കാരണം കറക്റ്റ് ഡേറ്റ് അവർ വിടില്ല കേട്ടോ ഒരു കാര്യം. അതുകൊണ്ട് നമുക്ക് എന്താ നടക്കണമെന്ന് അറിയില്ല. പക്ഷെ നമുക്ക് കുറച്ച് വീഡിയോസ് കണ്ടു. അതിന്റെ ചൈന ഫുള്ള് ഓടിക്കൊണ്ടിരിക്കുക. ഒരൊറ്റ ആക്സിഡന്റ് പോലും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. 400 കാർസ് ഇറക്കി, അത് കഴിഞ്ഞ് 4000 കാർസ് ഇറക്കി. ഇനി കൂട്ടുകയാണ് അവർ അടുത്തത്. നിങ്ങൾ ആലോചിച്ചിട്ടോ, ദുബായിൽ വരുമ്പോൾ അവിടെ ചൈന പോലും ഇത്രയും വലിയ രാജ്യത്ത് കംപ്ലീറ്റ് ഓടുന്നുണ്ടെങ്കിൽ ഒരു ആക്സിഡന്റ് പോലും ഇല്ലെങ്കിൽ ഇനി ടാക്സി ഉണ്ടാവില്ല, അതിന്റെ ആവശ്യമില്ല. മനസ്സിലായോ? അതല്ല ഡ്രൈവർ വേണ്ട, ഒരു ഈവൻ ടെസ്ല പോലുള്ള ചാർജിങ് യൂണിറ്റ് ഉള്ള കാറാണെന്നുണ്ടെങ്കിൽ അത് തന്നെ പോയി ചാർജ് ചെയ്തോളൂ, കാര്യങ്ങൾ കൊണ്ട് ഓടിച്ചോളും. ആളുടെ ആവശ്യമില്ല.
നമ്മളിപ്പോ ഈ ടാക്സിക്ക് കൊടുക്കണ ഓക്കെ ഇപ്പൊ ഞാൻ ഇപ്പൊ അവിടെ നിന്ന് വിടുമ്പോൾ ടാക്സിക്ക് കൊടുക്കുന്ന 50 dirhams എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 dirham എനിക്ക് ഇവിടെ എത്തിക്കൂടെ? ആളുകൾ ചെയ്യില്ലേ? ചൈന ഇപ്പൊ അതാണ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഈച്ച് പാർട്ട് ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണം മാത്രം. ഓരോരോ പാർട്ടിലും പതിയെ ഇന്റഗ്രേറ്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മളിങ്ങനെ ഒരു ടാക്സി യൂണിറ്റ് തുടങ്ങിയിട്ട് ഇനിയിപ്പോ ടാക്സി യൂണിറ്റ് തുടങ്ങിയിട്ട് നമ്മൾ ഇതുപോലെ കാർ പ്രൊഡ്യൂസ് ചെയ്യാം, അങ്ങനെ അത് റെന്റ് ഔട്ട് ചെയ്യാം, അതൊക്കെ ചെയ്യാം. ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഇപ്പൊ ഒരു ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രശ്നം ഞാൻ പറയാനില്ല, പക്ഷെ നമ്മളെല്ലാവരും ശീലിച്ചു. അല്ല അത് പ്രശ്നമാണ്. ശീലിച്ചു വന്നൊരു കാര്യമുണ്ട്. വി നീഡ് ടു ബി ആൻ എംപ്ലോയി ആക്ച്വലി, അല്ലെ? നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ജോലി കിട്ടുക എന്നൊരു ചിന്തയുള്ളൂ. സത്യം ഞാൻ പഠിച്ചപ്പോ തൊട്ട് എനിക്ക് നിനക്ക് എപ്പോഴെങ്കിലും നല്ല സ്ഥലത്ത് ജോലി കിട്ടണം അതാ ചിന്തിക്കുക. അല്ലാതെ നീ ഒരു ബിസിനസ് മാൻ ആണോ അല്ലെങ്കിൽ നീ ഒരു ഓൺടർപ്രണർ ആണോ ആരും പറഞ്ഞാൽ മതി. നിങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടോ? ആരും നമ്മളാരല്ല പറഞ്ഞു തന്നാൽ എന്താ പറയുന്നത്? നീ ചെയ്യരുതെന്നാ പറയത്തുള്ളൂ. കാരണം അത് ആ ഒരു തോട്ട് നമ്മളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ഏതൊരു ബിസിനസ് മാഗ്നറ്റിനെ എടുത്തു നോക്കിയോ, അവരാരും കുറെ പഠിച്ചിട്ട് എഞ്ചിനീയറും ഡോക്ടറായിട്ടുള്ള ആൾക്കാരല്ല. ഈ എഞ്ചിനീയറും ഡോക്ടറും വലിയ പഠിച്ചിട്ടുള്ള എല്ലാവരും ഏതെങ്കിലും ഒരാളുടെ കീഴിൽ പണിയെടുക്കുന്ന ആൾക്കാരായിരിക്കും. സംശയം നോക്കിയോ? നമ്മുടെ ഇവിടുത്തെ തന്നെ മലയാളികളായിട്ടുള്ള ഫേമസ് ബിസിനസ്മെൻ, how much have they learned? They struggled, they learned, and then they succeeded. റിസ്ക് എടുത്തിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇപ്പൊ ആരും വേണമെങ്കിലും എടുത്തോ, നിങ്ങൾ ഏത് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ എടുത്തോ, നന്നായിട്ട് ഒരുപാട് പഠിച്ച് ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ അവരിപ്പോഴും ആരെങ്കിലും അടിയിൽ പണിയെടുത്തോണ്ടിരിക്കുകയായിരിക്കും. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഇപ്പൊ നമ്മളെ കാര്യം നോക്കാം. ഒരു 1ാം ക്ലാസ് ചേർക്കുന്ന സമയത്ത് ഭാവിയിൽ ആരാകാൻ ആഗ്രഹം എന്നാ ചോദിക്കുക. ഫസ്റ്റ് SSLC വരുന്ന സമയത്ത് ഇറ്റ്സ് എ ടേണിംഗ് പോയിന്റ്, ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് ഇതാണ്. ഇത് തീരുമാനിക്കും നിങ്ങൾ ആരാവണമെന്ന്. സയൻസ് കിട്ടിയില്ലെങ്കിൽ കുടുംബക്കാരെ ഈസ് എ ഗുഡ് എക്സാമ്പിൾ എന്ന് വെച്ചാൽ അവനോട് പറയുന്നത് നീ 10ാം ക്ലാസ് പാസ് ആകണം. See, I'm not saying he made it or something, but he has acquired. No. Okay. He made something, you know. സ്വന്തം അച്ഛനെ പണിക്കാരനാക്കി വെക്കുന്ന ചെക്കന്മാർ അധികം ആൾക്കാരും അല്ലേ? ഞാൻ അങ്ങനെ പറയട്ടെ. എൻ്റെ അടുത്ത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സയൻസ് കിട്ടിയില്ല, മാർക്ക് കുറവായിരുന്നോ, അപ്പൊ നിനക്ക് ഡോക്ടർ ആവണ്ടേ? ഇതൊരു സാധനമുണ്ട്. ഇതിപ്പോ നമ്മൾ കോമേഴ്സ് ആണ് എടുക്കുന്നെങ്കിൽ ചിന്താഗതിയാണ് ഏറ്റവും നമ്മൾ തന്നെ കുട്ടികൾ ഇൻജക്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ്. നീ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ, ഇന്നത് ചെയ്യാൻ പാടില്ല, പല കാര്യങ്ങളുണ്ട്. ഞാൻ അതൊന്നും പബ്ലിക്കലി വിളിച്ചു പറയാൻ പറ്റിയ കാര്യങ്ങളല്ല, അതുകൊണ്ടാണ് പറയാത്തത്. അത് ഞാൻ പറയാം. ഐ ഡോണ്ട് ഹാവ് എ പ്രോബ്ലം ഇൻ സേയിങ് ഇറ്റ്. നമ്മൾ പേരൻസ് ആയിട്ട് ചെയ്യേണ്ട പരിപാടി എന്ന് അറിയോ? പിള്ളേരെ പഠിപ്പിക്കുന്നത് നിർത്തണം. വി ഷുഡ് സ്റ്റോപ്പ്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ജിയോ. കാരണം ജിയോന്റെ മോളെ ജിയോ സ്കൂളിൽ വിടുന്നില്ല. അത് ഹോം സ്കൂളറാണ്. അത് വെച്ചാൽ ഞാൻ അവളെ ഹിസ്റ്ററി അല്ല, ഞാൻ ഫ്യൂച്ചറാണ് പഠിപ്പിക്കുന്നത്. അത് ഓരോരുത്തരുടെ വിഷനാണ് ചെയ്യാന്നുള്ളത്. ഞാനൊരു സിലബസ് ആ ഒരു വാക്ക് ഒന്നുകൂടെ എനിക്ക് കേൾക്കണമെന്നുണ്ട്. ഹിസ്റ്ററി അല്ല പഠിപ്പിക്കുന്നത്, ഫ്യൂച്ചറാണ് പഠിക്കുന്നത്. അവള് ഹിസ്റ്ററി അറിഞ്ഞ് ഒരു ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരുന്നോ ഒന്ന് ഡിഫൈൻ ചെയ്ത് കുറച്ചൊന്ന് എലാബറേറ്റ് ചെയ്ത്. അത് ഒരുപാട് ഇപ്പൊ പബ്ലിക്കലി പറയുമ്പോഴത്തേനും അത് കുറെ കോൺട്രവേഴ്സ്യൽ സബ്ജക്റ്റ് ആണ്. കേൾക്കട്ടെ, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരാളെ. ഇപ്പൊ ഈവൻ ജെയ്സൺ പ്രോംപ്റ്റ് ആണ് ശരി, റൗലാണ് ശരി, ഞാൻ എല്ലാവരും അവരവരുടെ കാര്യത്തിൽ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാ യൂണിവേഴ്സ് എന്ന് പറയില്ലേ, യൂണിവേഴ്സ് വെച്ചാൽ നമ്മളുടെയാണ് യൂണിവേഴ്സ്. അപ്പോൾ അതില് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും എല്ലാം ഉണ്ട്. അപ്പോൾ ആ ഒരു യൂണിവേഴ്സിൽ നിൽക്കുമ്പോൾ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് നമ്മുടെ ലൈഫ് പോകണം. അപ്പോൾ അവനായിരിക്കണം അതിൻ്റെ സെൻറ്റർ പോയിന്റ്. അതിൻ്റെ ചുറ്റും കാണുന്ന ആളുകളെല്ലാം നമ്മുടെ ആൾക്കാരാണ്. ഞാനെല്ലാം ഒന്നായിട്ടാണ് കാണുന്നത്, അല്ലാതെ ഇത് വേറെ ആളല്ല. എന്നെ എല്ലാവരും എനിക്ക് ഒന്നാണ്. ഞാൻ അങ്ങനെ കാണും. അപ്പോൾ അത് ഞാൻ അതിനുള്ള റെസ്പെക്ട് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് കാര്യം പറയുന്നുണ്ടെങ്കിൽ ശരി, ഈവൻ അത് നമ്മളുടെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഓക്കെ റൗളിനെ ഞാൻ പരിചയപ്പെടുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഇവന് കൊടുത്തത്, ഇങ്ങനെ പൊന്തി വന്ന് അത് ഞാൻ അതിന് ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്. കാരണം ഞാനത് എന്താണെന്ന് പോലും ആളോട് ചോദിച്ചിട്ടില്ല, എന്തുകൊണ്ടാണ് ഇവന് ആ ഒരു ഫീൽഡിൽ വന്നത്. കാരണം അത് അവന് കൊടുത്തിട്ടുള്ള ഒരു ഇതാണ്. ആ സെയിം സാധനം തന്നെ ഞാൻ എൻ്റെ മോൾക്ക് കൊടുക്കണം. അവൾക്ക് പൊന്തി വരാം, അല്ലെങ്കിൽ അവൾക്ക് എന്തുകൊണ്ടും ചെയ്യാം. ഇനിയിപ്പോൾ അവൾക്കൊന്നും ചെയ്യണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്രീഡം അവർക്ക് കൊടുക്കുക. അല്ലാതെ അവരിൽ നമ്മളുടെ ഇഷ്ടങ്ങൾ തല്ലി ഏൽപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. അത് ഒരിക്കലും ചെയ്യാതിരിക്കുക. നമ്മൾക്ക് നമ്മള് ഫോഴ്സ്ഫുള്ളായിട്ട് പല ആളുകളുടെയും ഈ ഒരു ബാല്യകാലത്ത് തന്നെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് എന്താ പറയുക, അവരുടെ കഴിവുകൾ ഇല്ലാണ്ടായി പോയിട്ടുണ്ട്. നമ്മുടെ പിക്കാസോന്റെ ഒരു കോട്ടുണ്ട്, എല്ലാവരും ജനിക്കുമ്പോൾ തൊട്ട് ആർട്ടിസ്റ്റാണ്. അത് ആ ആർട്ടിസ്റ്റ് എങ്ങനെ അവനത് മെയിൻറ്റെയിൻ ചെയ്യണോ അതുപോലെ ഇരിക്കും. അവനത് ആർട്ടിസ്റ്റ് ആവണോ വേണ്ടിയോ എന്ന് ചിന്തിക്കുക. സത്യം, എല്ലാവർക്കും എല്ലാ കഴിവുകളും ഉണ്ട്. ഇപ്പോൾ മമ്മൂട്ടിയുടെ കാര്യം എടുത്തോ. മമ്മൂട്ടി പറയും ഐ ആം നോട്ട് എ ബോൺ ആക്ടർ, ഞാൻ മെയ്ഡ് ആയതാണ്.
ഈ ഒരു എല്ലാ കഴിവുകളും ഒരാൾക്ക് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനത് എടുക്കാം. പക്ഷേ ഒരു ബോൺ ടാലന്റ് പോലുള്ള കുറെ കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത്. എന്നാലും ഒരു പരിധി വരെ അച്ചീവ് ചെയ്യാം. ചെത്തിമിനുക്കി എടുക്കുന്നതാണ് സംഗതി. രാഹുലിനെ തന്നെ എടുത്തോ. രാഹുൽ എനിക്കറിയില്ല രാഹുൽ എന്തൊക്കെയാണ് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നെന്നുള്ളത്. ഇവനിപ്പോ ഈ ഒരു നോളജ് അവനത് പ്രാക്ടീസ് ചെയ്തെടുത്താണ്. അവൻ എത്ര റിസർച്ച് ചെയ്ത് എത്ര നൈറ്റ് ഈവൻ ഞാൻ ചെയ്യണമെങ്കിൽ ശരി. എനിക്കിപ്പോ കൂടുതൽ എന്താ പറയാ വലിയ ആർട്ട് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. ഞാൻ നോർമലി കേരളത്തിൽ നിന്ന് പഠിച്ചു വന്ന ഒരാളാണ്. ഞാൻ ഇന്ന് ഒരു സ്ഥലത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിലും ഞാനത് പ്രാക്ടീസ് ചെയ്താണ്. എന്റെ നൈറ്റ്സ് ഞാൻ സ്പെൻഡ് ചെയ്താണ്. ഞാൻ ഡേയ്സ് ഞാൻ ക്വസ്റ്റൻ ചെയ്ത ഈ സോഫ്റ്റ്വെയർ പഠിക്കാൻ, ഇന്ന ടെക്നോളജി പഠിക്കാൻ ഇപ്പോഴും ആ ഒരു ഇൻതൂസിയാസം എൻ്റെ അടുത്തുണ്ട്. ഇനി അടുത്ത് എന്താണ് വരിക അത് പഠിക്കാൻ. അത് തന്നെയാണ് ഇവന് ചെയ്തോണ്ടിരിക്കുന്നത്. എനിക്ക് ഉറപ്പാണ്. അല്ലാണ്ട് കിട്ടില്ല ഒരാൾക്ക്. നമുക്കിപ്പോ എന്ത് ഇപ്പോ മോംസ് ആൻഡ് വൈഫ്സിന്റെ കാര്യം എടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്കൊരു കഴിവില്ല, എന്ത് ബിസിനസ്സാ ചെയ്യേണ്ടത്. നമ്മൾ താഴ്ന്നതിന് ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റുക. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എന്നല്ല, എന്ത് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു നീഷ് നമ്മൾ കണ്ടുപിടിക്കുക ഈസി ആയിട്ട്. എന്തുവാ നമ്മള് ആദ്യം തന്നെ ആ ചെയ്യണം മുഴുവൻ ഫോർവേഡ് ആയിരിക്കുള്ളൂ. തല്ലിപ്പൊളിഞ്ഞ് വീഴണം പഠിക്കുക. നമുക്കൊരു പെയിൻ കിട്ടണം. എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മൾക്കൊരു ഒരു ഒരു ഡാർക്ക് സൈഡ് കിട്ടിയാൽ മാത്രമാണ് നമ്മൾ അതിന്റെ കറക്റ്റ് വില അറിയുള്ളൂ എന്താന്നുള്ളത്. ഈവൻ കഴിക്കുന്ന ഒരു ഫുഡ് ആയിക്കോട്ടെ, നമുക്കത് എങ്ങനെ എത്രയെന്നുള്ളതിന്റെ കറക്റ്റ് വിവരം കിട്ടണം. ഇപ്പൊ ഈ അടുത്ത് ഞാൻ ആ മറ്റേ മധുവിന്റെ കാര്യം ചെയ്തു. എന്നാ ആലോചിച്ചു നോക്ക്, ആ മനുഷ്യൻ ഭക്ഷണം കിട്ടാണ്ട് മരിച്ച അത് എത്ര ആളുകളുടെ മനസ്സിൽ അത് കിടക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്. ആ ഒരു കാര്യത്തിന് പുള്ളിക്ക് ആരെങ്കിലും ഒരാള് അന്നേരത്ത് ഫുഡ് കൊടുത്തിരുന്നെങ്കിൽ ആ ഒരു പ്രശ്നം അവിടെ ഇല്ല അല്ലേ. അപ്പൊ ഇത് ഞാനിത് ഇപ്പൊ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ അതൊരു നന്മയാണ് ആ ഒരു ചെയ്യുന്ന കാര്യം. അതിന് പകരം നമുക്ക് അങ്ങനെ ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. പക്ഷേ ഇൻ ഷോർട്ട് നമ്മൾ പറയുന്നത് എന്നോ കാലത്ത് ആരോ ചെയ്തിട്ടുള്ള കഥകൾ പഠിക്കുന്നതിനപ്പുറത്തേക്ക് കുറച്ചും കൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കുറച്ചും കൂടെ ഒരു ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്ട്സിലും കുറച്ചും കൂടെ ആൾക്കാരെ ഞാനൊരു കാര്യം പറയട്ടെ. 2 things I want to say. One thing what Joe said right now, അത് എല്ലാവരും കൊണ്ട് പറ്റുന്ന കാര്യമല്ല. വേറൊരാൾ പുട്ടിങ് യുവർ സെൽഫ് ഇൻ സംബഡി എൽസസ് ഷൂ. നമ്മളെല്ലാവരും വി ആർ ഓൾ ആനിമൽസ്. ബട്ട് വെൻ യു ഹ്യൂമൻ എന്ന് പറയുന്ന സാധനം നമ്മൾ യു പുട്ട് യുവർ സെൽഫ് ഇൻ അതർ പേഴ്സൺസ് ഷൂ ആൻഡ് ദാറ്റ്സ് നോട്ട് ഈസി. ഇറ്റ് ടേക്സ് ടൈം, ഇറ്റ് ടേക്സ് പ്രാക്ടീസ്. നമ്മൾ വേറൊരാൾ എന്താണ് ചിന്തിക്കുന്നത്, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ് യു ഷുഡ് നോ. ഓക്കെ. രണ്ടാമത് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അതെല്ലാവരും അറിഞ്ഞിരിക്കണം. നമ്മളെല്ലാവരും പറയുന്നത് ഇവരെ പോയി തല്ലുന്ന ഇത് തന്നത് മനുഷ്യനല്ലേ, മനുഷ്യത്വം അല്ല എന്നൊക്കെ പറഞ്ഞ് അതൊരു ഫസ്റ്റ് സാധനമാണ്. രണ്ടാമത്തെ സാധനം എന്ന് വെച്ചാൽ പിള്ളേരെ വളർത്തുമ്പോഴല്ലോ ഞാൻ പല പിള്ളേരെ ഓൾമോസ്റ്റ് ഓൾ പേരൻസ് കുഞ്ഞുങ്ങളുടെ താഴ്പും അവർ വെയിലെത്തുന്നത്. പിള്ളേരെ വെയിലിട്ട് എന്നല്ല അവർ തല എഴുതാക്കാൻ പഠിക്കത്തുള്ളൂ. നിങ്ങൾ ഈ പിള്ളേരെ നമ്മുടെ വീട്ടിൽ ഇപ്പോഴും നമ്മുടെ അമ്മമാര് 10-50 വയസ്സായാലും അമ്മമാർ പറയും മോനെ, അവർക്കപ്പോഴും ദേ ആർ കെയറിങ്. അവർ അപ്പോഴും വീട്ടിലെ കാരണവരെപ്പോഴും മക്കളെ കൺട്രോൾ ചെയ്യാൻ നോക്കും. ലിവ് ഔട്ട് ഓഫ് ഇറ്റ് എന്ന് വെച്ചാൽ നമ്മളെക്കാളും സ്മാർട്ട് നമ്മളും ഒരു ചെറുപ്പകാലം നമുക്കും ഉണ്ടായിരുന്നു. നമ്മളും വി വർ സ്മാർട്ട് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. Rahul is not a prodigy. Okay, like Joe said, he learned. അവൻ ഒരു കാര്യം വന്ന് അവൻ ഇരുന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത്. Like he made it himself. And I know lot of kids, ഒത്തിരി പിള്ളേർ ദ വെരി സ്മാർട്ട്. ലൈക്ക് എൻ്റെ കസിൻ്റെ മോനുണ്ട്, ഈസ് വെരി സ്മാർട്ട്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദേ ആർ നോട്ട് ഗിവൺ ദി ഓപ്പർച്യൂണിറ്റി ടു ഗോ ഫോൾ ആൻഡ് ഫൈൻഡ് ഔട്ട്. ഓക്കെ, ആ ഒരു സാധനം യു ഹാവ് ടു എൻകറേജ് കിഡ്സ്. അവർ വീണിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അവസാനം പോയി ഹെൽപ്പ് ചെയ്യാം. റൈറ്റ്, അത്ര ലെറ്റ് ദം ഫോൾ. ഇത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു മൂത്തമ്മ പറയുന്ന സാധനം എന്താണ്, ഓമനിച്ച് വഷളാക്കി കളയുന്ന പരിപാടിയാണ്. നമ്മൾ ആക്ച്വലി ചെയ്യുന്ന അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ടോക്കിൽ എനിക്ക് മനസ്സിലാവുന്ന കാര്യം. രണ്ടാമത്തെ കാര്യം, അമ്മായിമാർ, കുടുംബക്കാർ കല്യാണത്തിന് പോകുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ടു ബി വെരി ഹോണസ്റ്റ് നമുക്ക് നല്ല കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിർത്തി കളയും. ട്രസ്റ്റ് മീ. കാര്യം എന്താണെന്നറിയോ, 10ാം ക്ലാസ്സിലെ മോന് എത്ര പ്ലസ് ഉണ്ട്, ഈ ഒന്നല്ലേ ഈ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലെ ചാട്ടുളിമായിരുത്ത ഐറ്റംസ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നാಗಿ മതി നാടകം കളിക്കാൻ വിടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് തിങ്സ്. അതുണ്ട്. നമ്മളുണ്ടല്ലോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെ വളർത്തുന്നത് ശരിക്കും പറഞ്ഞ ഒരു റേസിന് വിടുന്ന പോലെ മത്സരിപ്പിക്കണം വേറൊരാളായിട്ട്. അവനെ വളർത്തുമ്പോ തന്നെ അവനെ വേറൊരു കുട്ടിയായിട്ട് കമ്പയർ ചെയ്യും. അപ്പുറത്തെ അങ്ങനെയുള്ള നിനക്കത് അങ്ങനെ എവറി കിഡ് ഇസ് എ യുണീക്ക്. എവറി ഹ്യൂമൻ ഇസ് എ യുണീക്ക്. അവൻ അവൻ്റെതായിട്ടുള്ള ടാലന്റ്, അവൻ്റെതായിട്ടുള്ള നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട് ഒരു കുട്ടിയുടെ അടുത്ത് നീ മറ്റവന്റെ പോലെ ആവത്തെന്ന് ചോദിക്കാൻ? എന്ത് അധികാരമുണ്ട്? വാല്യൂ എന്താ തിരിച്ചറിയാൻ? നിങ്ങളെപ്പോലെ തന്നെ ഇൻഡിവിജ്വലാണ് അവനും അല്ലെങ്കിൽ അവളുടെ അടുത്ത് നിങ്ങളുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട്? ജീവപ്പെടുത്ത അധികാരം അല്ല.
നിങ്ങൾ വിചാരിക്കുന്ന ഒരാളല്ല നിങ്ങളുടെ കിഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ അത് അതിൽ നിന്ന് തിരിച്ചറിയേണ്ട ഒരു കാര്യം. അത് ഒക്കെ വലിയ കോൺട്രവേഴ്സ്യൽ സബ്ജക്ട് ആണ്. സത്യം. അതായത് അച്ഛന് പോലും അധികാരമില്ല, ഡയലോഗ് അടിക്കരുത്. കോൺട്രവേഴ്സി എന്നല്ല, ഇപ്പൊ നമ്മുടെ നാട്ടില് നമുക്ക് നമ്മുടെ പിള്ളേരെ ഹാം ചെയ്യാൻ പറ്റത്തില്ല. കാരണം വി ആർ ദ നേഷൻസ് കിഡ്സ്. പേരൻസിന് ഒരു റൈറ്റേ ഉള്ളൂ ടു ടേക്ക് കെയർ ഓഫ് ദം. അതാണ് ദാറ്റ്സ് ദ തിങ്, ദാറ്റ്സ് ആക്ച്വൽ ഫാക്ട്. ഓക്കെ, പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പിള്ളേർ നമ്മുടെ അടിമകളാണ്, ഇങ്ങനെ ചെയ്യിക്കണം എന്ന് വെച്ചാൽ ഞാനീ പറയുന്ന ഐ ഓൾസോ ഹാവ് ദീസ് ഇൻസ്റ്റൻസസ്. ഓക്കെ, എന്ന് വെച്ചാൽ ചില സമയത്ത് ഞാനും ദേഷ്യപ്പെടും ഇവനോട്, നോട്ട് ദാറ്റ്. പക്ഷെ ഐ ട്രൈ നമുക്കൊരു ഭയങ്കര പുള്ളാണ്, പിന്നെ നമ്മുടെ മനസ്സ് തന്നെ ഓക്കെ ഇവൻ ഇങ്ങനെയാണ് വേണ്ടത്. ഓക്കെ, പക്ഷെ നമ്മുടെ തോട്ട് പ്രോസസ് വി വർ ഓൾസോ കം ദ സെയിം സൊസൈറ്റി. നമ്മുടെയൊക്കെ കാലും കൈയും ഒക്കെ എത്ര പ്രാവശ്യം താഴെ വീണ്, മുട്ടൊക്കെ എത്ര പ്രാവശ്യം ആണോ? ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയാണോ? ഓക്കെ, സോ അവരും കൂടെ എക്സ്പീരിയൻസ് ചെയ്യുക. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയാണോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കേണ്ടത് റൗളിന്റെ അടുത്താ. കാരണം റൗൾ ഇതൊക്കെ കേട്ട് കോട്ടുവായി ഇട്ടിട്ട് വെറുതെ ഇരിക്കുന്നതാണ്. സത്യം ഞാൻ ആലോചിച്ച കാര്യം എന്താണെന്ന് അറിയാം, കോഴീൻ്റെ അടുത്തു നിന്നൊക്കെ നമ്മൾ പഠിക്കണം. കോഴി ആവാനല്ല, കോഴീൻ്റെ അടുത്തുനിന്ന് നമ്മൾ പഠിക്കണം. കാര്യം ഒരു സമയം കഴിഞ്ഞാൽ കോഴി മറ്റേ ഈ കൊത്തി കൊത്തി ആട്ടിക്കളയും. പോയിരുന്ന് നിങ്ങൾ കോഴിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ കരുതുക, നമ്മുടെ KFC കേണലിന്റെ കാര്യം പറയാം. പുള്ളിക്കാരൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എപ്പോഴാണ് പുള്ളിക്കാരൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്? 60-ന് ശേഷം. അതുവരെ ആള് കേണലായിരുന്നു. ലൈഫിൽ ഒന്നും പുള്ളിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര മോശമായിരുന്നു. പുള്ളി എങ്ങും ഇതായിട്ടില്ല. പുള്ളി വീട്ടിലിരിക്കുകയാണ്. പുള്ളിക്ക് ആകെ അറിയാവുന്നത്, ഇപ്പോൾ മോംസ് ആൻഡ് വൈഫ്സിന് ബെസ്റ്റ് എക്സാമ്പിളാണ് പുള്ളിക്കാരൻ. പുള്ളിക്ക് ആകെ അറിയാവുന്നത് ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനാണ്. ചെറിയ റെസിപ്പി, ഒരു ചിക്കൻ ഇന്ന സ്ഥലത്ത് പൊരിച്ചിട്ട്, അതും ഒറിജിനൽ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം. ആ റെസിപ്പിയിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കാന്നുള്ളൊരു ചെറിയൊരു കാര്യം പുള്ളിക്കറിയാം. അപ്പോൾ ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്നാണ് പുള്ളി നോക്കിയത്. അപ്പോൾ ഇതെങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പുള്ളിക്ക് വഴിയില്ല, പുള്ളിക്ക് പൈസ. പുള്ളി ഒരു ചെറിയൊരു ചായക്കട പോലത്തെ ഒരു സാധനം തുടങ്ങി. ആരും ഒന്ന് ചിക്കൻ കഴിക്കണില്ല. പുള്ളി എന്ത് ചെയ്തെന്നറിയോ? ഒരു ചെറിയൊരു ബക്കറ്റിൽ ഈ ചിക്കൻ ഫ്രൈ 2 ചിക്കൻ ഫ്രൈ എടുത്തിട്ട് എല്ലാ വീടിൻ്റെയും ഉമ്മറത്ത് കൊണ്ടുവച്ചിട്ട് പോയി. ആൾക്കാർ വൈകുന്നേരം തുറന്നു നോക്കിയപ്പോൾ ഇത് ആരാന്ന് പോലും അറിയില്ല. ഫ്രണ്ടിൽ ചിക്കൻ ഫ്രൈ ഇരിക്കുന്നുണ്ട്, നല്ല പാക്കൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അവരത് കഴിച്ചു നോക്കി. ചില ആളുകൾ കഴിച്ചു നോക്കി, ചില ആൾക്കാർ കഴിച്ചില്ല. അപ്പോൾ ടേസ്റ്റ് കിട്ടി. ആ ഒരു കേണൽ കെൻഡക്കി എന്നാണ് അതിന്റെ പേര്, KFC. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കണ്ടു. അപ്പോൾ എവിടെ നിന്നാണ് വന്നത്? അപ്പോൾ ഇങ്ങനെ ഒരു ബ്രാൻഡ് ആയി. ഈ ഒരു വഴിയാണ് ആള് ആ ഒരു കാര്യം ഏറ്റെടുത്തത്. പിന്നെ ആളുകൾ തിന്ന ടേസ്റ്റ് പിടിച്ചു. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. KFC ഇപ്പോഴും കഴിക്കുന്ന ആൾക്കാർക്ക് അറിയാം. ആദ്യം തന്നെ കുറെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ചെറിയൊരു മടുപ്പ് വന്നിട്ട് പിന്നെ ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേന് പിന്നെ നമുക്ക് ആ ടേസ്റ്റ് വരും. അതിന് ടേസ്റ്റ്നെസ്. അപ്പോൾ ഞാൻ പറയുന്ന ആ ഒരു ടേസ്റ്റ് ആൾക്കാരിലേക്ക് എത്തിക്കാൻ കാണിച്ചു. ഇപ്പോഴും അതിന്റെ റെസിപ്പി ആൾ പുറത്തു വിട്ടിട്ടില്ല. സത്യം, ആള് മരിച്ചുപോയി. ഞാൻ പറയണ അത് സീക്രട്ട് റെസിപ്പിയാണ്. അപ്പോൾ ആർക്കും അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ഫ്രൈഡ് ചിക്കൻ ഉണ്ടല്ലോ, എന്തുകൊണ്ട് KFC നിൽക്കണം? അത് വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത് അയാൾ മാർക്കറ്റ് ചെയ്യാനെടുത്ത രീതി. ഇപ്പോൾ ഉദാഹരണം പറയാം, നമ്മുടെ ഇവിടുത്തെ ഫിലി കഫേ ഉണ്ട്. പുള്ളിക്കാരൻ മാർക്കറ്റ് ചെയ്ത് ഈ ഒരു സെയിം മെത്തേഡാണ്. ആൾ ഇതുപോലെ തന്നെ ഒരു ടീ ഷോപ്പ് തുടങ്ങിയിട്ട് ആളുകൾ കൂടുതൽ അറിയണില്ല. പുള്ളി നാട്ടിലേതോ കോളേജിൽ ഈ ഫിലി കഫേയുടെ കപ്പ്, ബ്രാൻഡ് ചെയ്ത കപ്പ് ക്യാമ്പസ് ഫുള്ള് വലിച്ചെറിഞ്ഞ് ആളുകൾ അത് കണ്ടിട്ട് ആ ബ്രാൻഡ് കീറിയതാ. ആ ഫിലി എന്നുള്ള പേര്. നമുക്ക് ബ്രാൻഡിങ്ങിന് എന്തും ചെയ്യാം. അതിനൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ വെച്ചിട്ട് ചോദിക്കാം നിങ്ങൾക്ക് എന്ത് ഐഡിയ വരണ്ടെന്നുള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് മോംസ് ആൻഡ് വൈഫ്സിനെ ഏറ്റവും ചിന്തിക്കേണ്ട കുറേ ബിസിനസ് ആസ്പെക്ട്സ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾ എങ്ങനെ സെല്ല് ചെയ്യാന്നുള്ളത്. അപ്പം ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം വരെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കിതൊന്നും അറിയില്ല. വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ശരിക്കും ഒരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഭംഗിയായിട്ട് യൂസ് ചെയ്യണം. അതെ, അത്രേ ഉള്ളൂ. നമ്മളെല്ലാം പറഞ്ഞു, നമുക്ക് എല്ലാ ആൾക്കാർക്കും ബിസിനസ്മാൻ ആണോ അറിയോ? എല്ലാവർക്കും കാണാം, പക്ഷെ ഒരു പണി ചെയ്യത്തില്ല. സ്വപ്നം പറഞ്ഞിട്ട് 4 പേരെ കാണുമ്പോൾ എനിക്കറിയാം. എൻ്റെ ചെറുപ്പത്തിലൊക്കെ, ചെറുപ്പമല്ല ഒരു 10-22 വയസ്സൊക്കെ കഴിയുമ്പോൾ കൂട്ടുകാരൊക്കെ നമ്മൾ ബിസിനസ് ചെയ്യാം, എപ്പോഴും വാണ്ട്സ് ടു ഡു ബിസിനസ്. അവരിപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചെയ്തിട്ടില്ല. ഒരു ട്രാവലിൽ ഇപ്പം ദ വേ ഹീ ഹാസ് ഗോൺ, ലൈക്ക് അവന് മാർക്കറ്റിംഗ് ആണെങ്കിലും ഹി ഗോസ് ഇൻ ടു എവറി ലിറ്റിൽ തിങ്, ടൈനി ലിറ്റിൽ ഡീറ്റെയിൽസ്. ആദ്യമൊക്കെ ഹീസ് നോളജ് വാസ് നോം, ഐ മീൻ ബേസിക് AI എന്താണ്, എന്നിട്ട് ദ വേ ഹി ഡിഗ്സ് ഡീപ്പ്. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുള്ളൂ. ദ ഡേ യു സ്റ്റോപ്പ് ലേണിംഗ് കഴിഞ്ഞു, ഖത്തം, ബൈ ബൈ. പിള്ളേരെ പഠിപ്പിക്കേണ്ട ഒരു കാര്യം ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. യു നീഡ് ടു ലെറ്റ് ദം ക്വസ്റ്റ്യൻ എവറിത്തിങ്. ലൈക്ക് രാഹുലിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ചെറുപ്പത്തിൽ നമ്മൾ പറയില്ല പിള്ളേരോട് ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന്. അപ്പം ഞാനവനെ അത് പഠിപ്പിച്ചു. അവൻ്റെ ഇന്ന് ക്വസ്റ്റ്യനാണ്, എന്ത് ചോദിച്ചാലും ക്വസ്റ്റ്യൻസ്. അതായതെങ്ങനെ പപ്പ ഞാൻ മടുത്ത്, സത്യം പറയാമല്ലോ. ഞാൻ അവനോട് പറഞ്ഞു, നിന്റെ കൈ മൊബൈലുണ്ട്, ഫൈൻഡ് ഔട്ട്, ആസ്ക് യുവർസെൽഫ്
ഇനീഷ്യലി ഇവന് കമ്പ്യൂട്ടർ എന്താണെന്നും അറിയത്തില്ലായിരുന്നു, ബ്രൗസർ എന്താണെന്നും അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ ഒരു ടെക്കായിരുന്നു, ഐ വാസ് ഇൻ ടു ടെക്. അപ്പോൾ ഞാൻ ഓർക്കും എൻ്റെ മോൻ എന്തായി ഇവനൊന്നും അറിയാൻ പറ്റും. നമ്മുടെ മറ്റേ സാധനം ടിപ്പിക്കൽ അച്ഛൻ വന്നു. ദെൻ ഐ വോണ്ട് ടു ടീച്ച് ഹിം, ബട്ട് ദെൻ ഐ സ്റ്റോപ്ഡ്. ഐ തോട്ട് ഓക്കെ എന്താ തന്നെ പഠിക്കട്ടെ എന്ന് വെച്ചു. പക്ഷെ ഞാൻ മൊബൈലിൻ്റെ അകത്ത് സെർച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു, യൂട്യൂബിനകത്ത് പഠിച്ചു, അത്രയും പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ ഞാൻ ഈ ഓരോ വീഡിയോസ് കാണുമ്പം ഐ റീഡ് ലൈക്ക് ലോട്ട് ഓഫ് പ്രോഗ്രസീവ് തിങ്സ് ഒക്കെ. ഞാൻ ഇവന് ലിങ്ക് അയക്കും, ഇവനൊന്നും കാണത്തില്ല, ഹി ഡസൻ സീ. അപ്പം ഞാനൊരു ദിവസം പോയി ഇവൻ്റെ ഹിസ്റ്ററി പോയി നോക്കി. അപ്പം നമ്മൾ കാണുന്ന ആൾക്കാരെക്കാളും വേ ഹെഡായിട്ടുള്ള ആൾക്കാർ, പീപ്പിൾ ഓഫ് ഡൂയിങ്, ഹി ഈസ് റീഡിങ് ദാറ്റ്. ആ സമയത്ത് ഞാൻ നിർത്തി, എൻ്റെ പരിപാടി നിർത്തി. ചെക്കൻ വളരെ നൈസായിട്ട് അച്ഛനെ പൂച്ചിച്ച് അച്ഛൻ അവിടെ എത്തിയിട്ടുള്ള അവിടെ ഇരിക്കും. നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇത്രയും നേരം മറ്റൊരു നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, അല്ല സോറി, നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞു, ഞങ്ങളൊക്കെ ചെറുതാണല്ലോ. ഞാൻ ചോദിക്കുന്നത്, ഒരു ആസ് എ സ്റ്റുഡൻറ് എങ്ങനെയുള്ള ഒരു സിലബസ് ആയിരിക്കണം പഠിക്കേണ്ടത് ഇന്നത്തെ ആൾക്കാർ, അല്ലെ എങ്ങനെയായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസ രംഗം പറഞ്ഞത്? ഞാൻ ഇത് പറയുന്നതിനിടയിൽ നമ്മളെ നാട്ടിൽ വെക്കേഷൻ ഏത് സമയത്ത് വേണം എന്നുള്ളൊരു ചർച്ച വിദ്യാഭ്യാസ മന്ത്രി തുടങ്ങിയിട്ടുള്ള സമയമാണ്, അല്ലേ? ഇതിപ്പോൾ വെക്കേഷൻ ജൂണിൽ വേണോ ജൂലൈയിൽ വേണോ എന്നുള്ള ചർച്ച തുടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്നത്, ഒരു സ്റ്റുഡൻറ് പോയിന്റ് ഓഫ് വ്യൂവിൽ, പ്രത്യേകിച്ചും നേരത്തെ അജുവിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പ്രൊഡിജി എന്നുള്ള ലെവലിൽ വിളിക്കരുത്, അവൻ സ്വന്തമായിട്ടൊരു വഴി വെട്ടി വന്നവനാണ്, സ്വന്തം വഴി വെട്ടി വന്ന ആളാണ്. അപ്പൊ അങ്ങനെ ഒരാളെന്നുള്ള നിലക്ക് എഡ്യൂക്കേഷൻ, സ്റ്റുഡൻറ്, ഇങ്ങനെ കണ്ട കാര്യങ്ങൾ ഞങ്ങൾ കുറച്ച് തന്തവൈബിൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെ എങ്ങനെ നോക്കി കാണുന്നു? ഐ ഫീൽ സോ, എന്താ പറയുക, ഇതിനകത്തേക്ക് ഒന്ന് പറയാം, നന്നായി കേൾക്കും. സോ ലൈക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റം ആസ് എ ഹോൾ, സ്പെഷ്യലി ഇൻ ഇന്ത്യ, കുറേ സ്ഥലത്ത് ഇറ്റ്സ് ഫ്ലോട്ട്, റൈറ്റ്? പക്ഷേ ഞാൻ CBSE-യിലും എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട്. ആൻഡ് ഫോർ മൈ ദാറ്റ് ഐ ഫെൽറ്റ് ഗവൺമെൻറ് സ്കൂൾ ഇസ് റിയലി ഗുഡ്. ഓക്കെ, ദർ ഇസ് എ ലോട്ട് ടു ഇംപ്രൂവ്. പക്ഷേ എൻ്റെ അറ്റ്ലീസ്റ്റ് കേരള സിലബസ്, അറ്റ്ലീസ്റ്റ് ഞാൻ പോകുന്ന സ്കൂളിൽ ഐ ഫെൽറ്റ് ഇറ്റ് വാസ് ഗുഡ്. ബട്ട് ഫോർ എക്സാമ്പിൾ അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും ടീച്ചേഴ്സ് ആർ സ്കിൽഡ്, പക്ഷേ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം. AI പഠിപ്പിക്കണം. AI അങ്ങനെ ഒരു സബ്ജക്റ്റ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കാൽക്കുലേറ്റേഴ്സ് +1 +2 പഠിപ്പിക്കുന്ന പോലെ തന്നെ AI ഇല്ലാതെ എങ്ങനും AI വെച്ച് എങ്ങനും. നമ്മൾ സിലബസിന് അപ്പുറത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമല്ലേ, അതായത് ഇങ്ങനെ പഠിപ്പിക്കണം, നീ ഇത്ര മാർക്ക് വാങ്ങിക്കണം, ഇങ്ങനെയൊക്കെ പറയുന്ന സാധനം. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഒന്നേ പഠിച്ചോടാ എന്ന് പറയുന്ന ഒരു അച്ഛനാണ്. സോ അത് റൗളാവാനുണ്ടാവുന്ന കാരണങ്ങളിലൊന്ന് പുള്ളിയും കൂടിയാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സംഗതി ആർക്കും സ്വാതന്ത്ര്യം കൊടുക്കേണ്ടതില്ല എങ്കിൽ കൂടിയും ഈ വെറുപ്പിക്കാൻ വരുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അല്ല ഇപ്പൊ ഞാനൊരു കാര്യം റൗളിന്റെ അംബീഷൻ എന്താ? It might sound cringy, but to make the world a better place. ക്രിഞ്ചി. ഒരു നോർമൽ കിട്ടിയിട്ട് നമ്മൾ ചോദിക്കുന്നത്, ഒരു സ്കൂൾ എടുത്തു, സ്കൂളിൽ ചിലപ്പോൾ ഒരു 60 സ്റ്റുഡൻസ് ഉണ്ടാവും. നമ്മൾ ആ 60 സ്റ്റുഡൻസിൻ്റെ അടുത്ത് ചോദിക്കണം എന്താണ് അംബിഷൻ എന്ന് വെച്ചാൽ, ഓരോരുത്തരും പറയുന്നത് എനിക്ക് ഡോക്ടർ ആവണം, എനിക്ക് എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ ആ പ്രൊഫഷൻ വൈസ് നമ്മൾ ഓൾറെഡി ഫീഡ് ചെയ്ത് ഇപ്പം നമ്മളിവിടെ ഞാൻ പറയാം, നമ്മൾ ഇറത്തിൽ വന്നേക്കുന്നത് ഒരു കാര്യം എപ്പോഴും ആലോചിക്കും, നമ്മൾ ഇറത്തിൽ വന്നേക്കുന്നത് ഒരിക്കലും ഹ്യൂമൻ ഇറത്തിൽ വന്നേക്കുന്നത് പൈസ ഉണ്ടാക്കാനല്ല. ഈ പൈസ നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന കാര്യം വെൽത്ത് നമുക്ക് ജീവിക്കാനുള്ളൊരു ഫ്ലോ മാത്രമാണ് ഈ പൈസ. അല്ലാതെ പൈസ ഉണ്ടാക്കലാവരുത് നിങ്ങളുടെ ഇത്. എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പോൾ ഈ മോംസ് ആൻഡ് ലേസിന്റെ കാര്യത്തിൽ തന്നെ തിരിച്ചു വരാം. നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു ജോബ് ചെയ്യുന്നുണ്ട്, അതിനൊരു ഓപ്പർച്യൂണിറ്റി, ഇങ്ങനെ ഒരു കാര്യം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളത് പൈസ ഉണ്ടാക്കാനുള്ള കാര്യമല്ല, നിങ്ങളുടെ ആ ഒരു പാഷൻ എത്രത്തോളം എടുത്ത് പൊക്കാൻ പറ്റുമോ അതാണ് ഇവർ ചെയ്യുന്നത്. എനിക്ക് ഫീൽ ചെയ്തത് ആ പാഷൻ എങ്ങനെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് എത്ര മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ അതിനെ ഹെൽപ്പ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ആ പാഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് മുന്നിലേക്ക് ചെയ്യാൻ പറ്റുക, ആ പാഷനെ ഫോളോ ചെയ്യേണ്ടത്. അല്ലാതെ അതിൽ നിന്ന് പൈസ ഉണ്ടാക്കി എനിക്ക് കുറെ പൈസ, അതല്ല ചിന്തിക്കേണ്ടത്. അതെങ്ങും എത്തില്ല. നിങ്ങൾ എപ്പോഴും ഇപ്പോൾ റൗളിനെടുത്തോ, ഇപ്പൊ റൗൾ ഇപ്പോഴും ഒരു മിഷനിലായിരിക്കുള്ളൂ. അവനോട് ഞാൻ അവനോട് എന്താണ് ആംബിഷൻ എന്ന് ചോദിച്ചത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ പാഷനേറ്റ് ആണ് ഈ കാര്യത്തിൽ, AI എന്ന് പറഞ്ഞ കാര്യത്തിൽ പാഷനേറ്റ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് എത്രത്തോളം അതിന്റെ അപ്ഡേറ്റ്സ് പഠിക്കാം, കാര്യങ്ങൾ ചെയ്യാം, അതിനാണ് കാശ് എന്ന് പറയാം. പറഞ്ഞില്ലേ കുറച്ച് നേരം മുമ്പ് പറഞ്ഞു, ഇന്നലെ ഞാൻ ChatGPT ഒരു കാര്യം നോക്കണ്ടായിരുന്നു. ഇവനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് എത്ര പോഡ്കാസ്റ്റ്, റേഡിയോ, വർക്ക്ഷോപ്പ്, മീറ്റിംഗ്സ്, അതാണ് പാഷൻ. അല്ലാതെ നമ്മൾക്ക് വെറുതെ ഇരിക്കുമ്പോഴത്തേനും ബാത്റൂമിൽ ഇരിക്കുമ്പോൾ നോക്കിയിട്ട് ചെയ്യേണ്ട കാര്യമല്ലത്. നമ്മൾക്ക് വേണ്ടിയില്ല. എപ്പോഴും എല്ലാവരോടും പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ എന്താ പറയുക, നമ്മൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ ഒരു ദിവസം.
മനസ്സിലായോ? അപ്പൊ എത്ര ടൈം വേസ്റ്റ് ചെയ്ത് കളയുന്നുണ്ട്. 24 hours ഉറങ്ങി എല്ലാം കഴിഞ്ഞിട്ടും ഒരു 1 hour നമുക്ക് വേണ്ടി മാറ്റി വെക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ഹ്യൂമനാണ്, സത്യം എന്ത് ഹ്യൂമൻ. അത് മാത്രം ചെയ്താൽ മതി നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. Yeah. ആ അതാണ് ക്വസ്റ്റ്യൻ. ഇത് രസം എന്താ അറിയോ, നമ്മളെല്ലാം മോസ്റ്റ്ലി ആൾക്കാർ ഈ പൈസയുടെ പറയാൻ പോകുന്നത് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ഓട്ടോബലാണ്. പക്ഷേ നമ്മളെ ഈ പൈസ ഉണ്ടാക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ബിസിനസ് ചെയ്യിപ്പിക്കാൻ പഠിച്ചിട്ടുണ്ടോ? നമ്മൾ മനുഷ്യരോട് ഇടപെടാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ സിനിമ ചോദിക്കാം, സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയാൻ സാധനം തന്നിട്ടുണ്ടോ? സെക്സ് എഡ്യൂക്കേഷൻ കേട്ടാൽ നമ്മൾ ആൾക്കാർ എന്താണ് ആദ്യം ആൻഡ് എന്ന് വെച്ചാൽ ഒരാണിന് പെണ്ണോട് ഇടപെടുന്നത് പഠിപ്പിച്ചിട്ടില്ല. ആണിനെ പെണ്ണിനെ സെപ്പറേറ്റ് ആണ് വെച്ചേക്കുന്നത്. ആൻഡ് വൺ ഫൈൻ ഡേ യു ആർ സെറ്റ്, ഗോ ആൻഡ് മാരി. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഇസ്, നമുക്കൊരു സ്ത്രീയെ അറിയില്ല, അവരുടെ ബോഡി മൂഡ്സ് ഹോർമോൺസ് നമുക്കറിയത്തില്ല. ഓക്കെ, സെയിം ഗോസ് അതർ വേ അറൗണ്ട്. ഓക്കെ, അറിയത്തില്ല. ഫിനാൻസ്, നമുക്ക് ഫിനാൻസിന് എന്താണ് നമ്മളെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ളത്? ജോലി ചെയ്യുക, ലൈക്ക് ജോസെറ്റ്, ജോലി ചെയ്യുക, ഒരു ബിസിനസ്, ഒരു സംരംഭം ഉണ്ടാക്കുക. ഓക്കെ, അത് നിങ്ങളുടെ ഒരു കടയാകട്ടെ, കടയിൽ 2 പേർക്ക് ജോലി വെക്കുകയാണ്, അതൊരു സംരംഭമാണ്, ഇറ്റ് ഈസ് എ ബിസിനസ്. ഓക്കെ, അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ഇനി അത് കഴിഞ്ഞ് സിവിക് സെൻസ് ആൻഡ് സംതിങ്. നമ്മൾ ഈ ദുബായ് വരുമ്പോൾ മാത്രം എന്താ സിവിക് സെൻസ് ഉണ്ടാകുന്നത്, ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് എവ്രി സെക്ഷൻ ഓഫ് ഇന്ത്യ ഈസ് ഹിയർ. ഹൗ കം ഇവിടെ വരുമ്പോൾ മാത്രം എന്താ സിവിക് സെൻസ് ഉള്ളത്? നമ്മളൊക്കെ അറിയാതെ തന്നെ ഇവിടെ വരുമ്പോൾ ഹോൺ അടിക്കാതായി പോകുന്നില്ലേ? ഇപ്പം ഇവിടെ ഡ്രൈവ് ചെയ്ത് പഠിച്ചൊരാള് നാട്ടിൽ വന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? കനോട്ട്. യു ക്യാൻ ട്രൈ. അത് കണ്ട് ഇനി നിങ്ങൾ ഡ്രൈവ് ചെയ്യണമെങ്കിൽ നാട്ടിൽ ആ സ്റ്റൈലിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. But it's very difficult. I mean, so we are not taught all these things, and these are basics of an economy. So പഠിക്കാൻ നമ്മുടെ സൊസൈറ്റി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ആൻഡ് ഇനിയിപ്പോൾ അതുകൊണ്ട് ഈ സാധനമുണ്ട്. ഇപ്പം ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് മുമ്പ് എടുത്ത് ചെയ്യുക. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എവിടെയാണെന്ന് പഠിക്കാൻ മനസ്സിലാവും. നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന പഠിക്കാൻ പറയും. ഓൾ ദീസ് തിങ്സ്, this is what every woman should know. I'm specifying that because women are very good managers. They manage a whole house. And അവരിലുള്ള ഒരു കേപ്പബിലിറ്റി I don't think we men have. Okay, we don't. It's a very controversial topic. എന്നാലും അത് കേൾക്കാം. ലൈക്ക് നമ്മൾ ഒരു കാര്യം എടുത്തിട്ട് ചെയ്യും. And we have been struggling. Okay, but then a woman is somebody who is calm ആയിട്ട് ഒരു കാര്യം, ഒരു ബിസിനസ്. I'm talking about personal life here. അവർ like his mother, for example, she has a capability on it. She's very smart. Okay, and she is now in a very senior role in a very big company in India, and she has got that on her own. So അതുപോലെ every woman has got that quality. അതൊരു മലയാളി എന്ന രീതിയിൽ you are lucky enough to have literacy. ഓക്കെ, നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും അറിയാം. അത് നിങ്ങളൊന്ന് ചെയ്തിട്ട് നിങ്ങൾ മുമ്പേ ജോ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് പഠിക്കുക. എന്താ പഠിക്കും? നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സാധനം യൂട്യൂബിനകത്ത് കേട്ടാലും പഠിത്തമാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. അല്ല നിങ്ങൾ ഇരുന്നിട്ട് E=mc² പഠിക്കണ്ട. ഓക്കെ, ഇറ്റ്സ് വെരി സിമ്പിൾ. വളരെ സിമ്പിളാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. അത് ചെയ്യുവാണെങ്കിൽ യു ക്യാൻ എക്സെൽ, യു ക്യാൻ മേക്ക് മണി, യു ക്യാൻ അറ്റ് ദ സെയിം ടൈം യു ക്യാൻ ഗോ ഫോർ വെക്കേഷൻസ്. ഇറ്റ് വിൽ നോട്ട് ബി യുവർ ഡ്രീംസ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ കാർട്ടൂൺ കാണുമായിരുന്നു, ജെറ്റ്സൺസ്, അങ്ങനെ കാർട്ടൂൺസ് കാണുമായിരുന്നു. നൗ ദേ ആർ റിയാലിറ്റി ആയിരുന്നു, ബിക്കോസ് സംബഡി ഡ്രീംഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. ഇപ്പോഴും നമ്മൾ നമ്മുടെ പിള്ളേരെ ഇങ്ങനെ സൊസൈറ്റി പിടിച്ചു നിർത്തിയേക്കാണ്. നിങ്ങൾ പഠിക്കുന്നത് മുമ്പേ കമ്പ്യൂട്ടറാണ് പഠിക്കേണ്ടത്, ഡോക്ടറാണ് പഠിക്കേണ്ടത്, എഞ്ചിനീയർ. എവിടെ പോവാതെ ഓൾ ദീസ് തിങ്സ് ആർ ഗോയിങ് ടു ഗോ റൈറ്റ്. I mean, yeah. Going to go. Yeah. എന്തുകൊണ്ടാണ് എർത്തിനെ മദർ എർത്ത് എന്ന് വിളിക്കുന്നത്? അച്ഛൻ എർത്ത് എന്ന് പറയാമല്ലോ, ഫാദർ എർത്ത് എന്ന് പറയാമല്ലോ. വൈ? It's a very complicated question. സാധാരണ ഇതിലൂടെ ചോദ്യം ചോദിക്കുന്നത് ഞാനാ, എന്നോട് കൂടി ചോദിച്ചു. എന്താ ഫീമെയിലായത്? അപ്പൊ ആരാണ് ഫാദർ ആയിട്ടുള്ളത്? സത്യം, ഫാദറിനെ നമ്മൾ തപ്പേണ്ടിയിരിക്കുന്ന കേസ്. കാരണം നമ്മൾ ഗോഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോ എപ്പോഴും ചിന്തിക്കുക ഗോഡ് എപ്പോഴും മെയിലായിരിക്കും. അങ്ങനെ ഞാനൊരു ഇത് പറയാണ്, എർത്തിന്റെ പ്രത്യേകത, ഞാൻ ഗോഡിലേക്ക് പോകണം, ഞാൻ എർത്തിലേക്ക് വരാം. എർത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മളെ പ്രൊട്ടക്ട് ചെയ്യണ ഒരാളാണ് അമ്മ, അല്ലെങ്കിൽ ലൈഫ് ആരായിരിക്കട്ടെ. ലേഡിയുടെ ആ ഒരു ക്വാളിറ്റി, അവൾക്ക് എന്തിനും കഴിവുള്ള. ഈവൻ ഈ ഒരു കാര്യം നിങ്ങൾ ഇങ്ങനെ ഒരു സംരംഭം എടുത്ത് ഇവരെ പോലുള്ള ആളുകളെ, ഉറങ്ങിക്കിടക്കുന്ന ആളുകളെ പൊക്കിക്കൊണ്ടുവരിക എന്നുള്ള ഒരു കാര്യം ചെയ്തതിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നല്ലേ. റിയലി അപ്രീഷിയേറ്റ്. ഞാൻ ഒറ്റ കാര്യം കൂടെ പറയാം, ഏകദേശം മൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ്. സ്വാർത്ഥതയാണെന്ന് നിങ്ങൾക്ക് തോന്നും,
പക്ഷെ എന്നാലും ഇത്തിരി സ്വാർത്ഥനാവുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ഏരിയയിൽ ഇപ്പം നമ്മൾ വീട്ടമ്മമാർക്കാണെങ്കിലും അതുപോലെ തന്നെ അമ്മമാർക്കാണെന്നുണ്ടെങ്കിലും ഭാര്യമാർക്കാണെങ്കിലും ഒക്കെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കുറച്ച് AI ടൂൾസൊക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ചുമ്മാ കുറച്ചങ്ങ് പറഞ്ഞാൽ മതി. ഇത് വീഡിയോ ചെയ്യാനുള്ളത്, അതുപോലെ തന്നെ ChatGPT കൂടെ തന്നെയുള്ള ബാക്കിയുള്ള AI ടൂൾസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ, രണ്ടുപേരും പറയുകയാണെങ്കിൽ. അല്ല, ഇതിപ്പോ ഉണ്ടല്ലോ ഞങ്ങളോട് ചോദിക്കണേൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ ChatGPT അടുത്ത് ചോദിച്ചാൽ മതി നിങ്ങളുടെ പ്രൊഫഷൻ വൈസിൽ എന്താണ്. ഓക്കെ, ഇപ്പൊ ഞാനിപ്പോ ഒരു ആർട്ട് റിലേറ്റഡ് ആയിട്ട് ഒരാളാണ്. ഇപ്പൊ എനിക്ക് ഇത് പറയണ ഇപ്പൊ ഇമേജ് ജനറേറ്റ് ചെയ്യാനുള്ള ഇതെല്ലാം കുറേയൊക്കെ പെയ്ഡ് ടൂൾസ് ആട്ടോ, നല്ല ടൂൾസ്. ഇമേജ് ജനറേറ്റ് ചെയ്യാൻ ഞാൻ റൗണ്ടിലേക്ക് വരാം. ഇമേജ് ജനറേറ്റ് ചെയ്യാനുള്ള ടൂൾസ് ഇപ്പോൾ യൂസ് ചെയ്യണമെങ്കിൽ മിഡ്ജേണി പോലുള്ള ടൂളുകൾ, മിഡ്ജേണി, പിന്നെ ലിയനാർഡോ, പിന്നെ റേവ് എന്നൊരു ടൂളൊക്കെ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുക. വീഡിയോ ടൂളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ക്ലിങ് എന്ന ചൈനീസ് സോഫ്റ്റ്വെയർ, ഹലോ എന്ന ചൈനീസ് സോഫ്റ്റ്വെയർ, റൺവേ ML, VO3 ഗൂഗിളിന്റെ. അപ്പൊ ഞാനിത് ഇതെല്ലാം പറയാതെ ഇപ്പൊ ഞാനിപ്പോ ജസ്റ്റ് പറഞ്ഞതല്ലേ ഉള്ളൂ. ഇത് ഈ സെയിം സാധനം നിങ്ങൾ ChatGPT എടുത്ത് ChatGPT തന്നെ പറഞ്ഞു ഒരു ലിസ്റ്റ് ഒക്കെ തരും വീഡിയോ ടൂൾസ് ഇതൊക്കെയാണ്. ഇതൊക്കെ അതുപോലെ തന്നെയാണ് ഈച്ച് കാര്യങ്ങൾ. നിങ്ങൾക്ക് പ്രസന്റേഷൻ ചെയ്യണോ അല്ലെങ്കിൽ റെസിപ്പി ചെയ്യണോ, നിങ്ങൾ എന്ത് ഐഡിയ ഉണ്ടെങ്കിൽ ChatGPT പോലുള്ള സോഫ്റ്റ്വെയർ എടുത്ത് ചോദിക്കുക. ChatGPT, ജെമിനി എന്തായിക്കോട്ടെ ചോദിക്കുക. എൻ്റെ പ്രൊഫഷൻ ഇതാണ്, ഐ ആം എൻ എഞ്ചിനീയർ, അല്ല, ഓർ ഐ ആം എൻ ആർക്കിടെക്ട്, എനിക്ക് ഏതൊക്കെ ടൂൾസാണ് എനിക്ക് വേണ്ട ടൂള് അത് പറഞ്ഞു തരും. അതിൽ പൊക്കൂടെ, അതിനൊരു മനുഷ്യനിപ്പോ വേണ്ട. അതാണല്ലോ AI ബ്യൂട്ടി. സത്യം. ഞാൻ എന്തിനാണ് പറഞ്ഞത്, ഞാനല്ല ഇതൊന്നും കണ്ടുപിടിച്ചിരിക്കുന്ന ആളാണ്. ഞാൻ ഇതുപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക. ഞാനിപ്പോ നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ ChatGPT ചോദിക്കുക ChatGPT എന്താണ്. ഈവൻ ഒരു വർക്ക്ഷോപ്പിന് പോകുമ്പോൾ പ്രസന്റേഷൻ ഉണ്ടാക്കണേ വരെ ഞാൻ പറയുന്നത് ഇന്നൊരു കാര്യം എനിക്ക് ചെയ്യണോട്ടോ, എനിക്കൊരു പ്രസന്റേഷൻ ഉണ്ട്, കംപ്ലീറ്റ് സ്ലൈഡാണ് അടിച്ചു തരും. നമ്മൾ വെറുതെ കോപ്പി പേസ്റ്റാ. എന്നിട്ട് നമ്മൾ ഇടയ്ക്ക് ചില സമയത്ത് റിഫൈൻ ചെയ്യേണ്ടി വരും. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ തന്നെ ഫീഡ് ചെയ്യേണ്ടി വരും, നമ്മളുടെ അറിവനുസരിച്ചിട്ട് കസ്റ്റം ചെയ്തെടുക്കാം. പക്ഷെ ആസ് എ ബേസ് എപ്പോഴും അവിടെ നിന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വേറൊരാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുള്ളൂ. അതാണ് AI ബ്യൂട്ടി. ഇപ്പോൾ രാഹുലിൻ്റെ അടുത്ത് ചോദിക്കണ്ട, എൻ്റെ അടുത്ത് ചോദിക്കണ്ട, ആരോട് ചോദിക്കണ്ട, നിങ്ങൾ ചോദിക്കുക. ആ ഒരു ഇനീഷ്യേറ്റീവ് നിങ്ങൾ എടുത്താൽ. അതാണ് നേരത്തെ പറഞ്ഞത്, നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും സ്പൂണിൽ വായിൽ വെച്ച് തരണം. ഇറക്കുള്ളൂ. ഇപ്പോഴേ എന്നോട് ചോദിക്കണ്ടേ ചേട്ടാ എവിടെയാണ് AI പെയ്ഡ് കോഴ്സ്. അങ്ങനെ ഒരു കാര്യം ഈ ലോകത്ത് ഇനി ആർക്ക് ചെയ്യാനും പറ്റില്ല. കാരണം ഇന്നൊരു കോഴ്സ് ഇറങ്ങി, അടുത്ത സാധനം ഇറങ്ങും, അടുത്ത അപ്ഡേഷൻ വരും. ഇതാക്കാൻ പറ്റില്ല, ആർക്കും പിടിക്കാൻ പറ്റില്ല. ഞാൻ പറയാം, അങ്ങനത്തെ ഒരു കോഴ്സ് ലോകത്ത് ഇനി ചിലപ്പോ AI യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ AI റേഡിയോസ് ഒക്കെ വരെയായിരിക്കും. അതൊക്കെ ബിസിനസ് സാധനങ്ങളാ, എന്തും ആയിക്കോട്ടെ, അതൊക്കെ ഈസി കാര്യങ്ങളാണ്. നിങ്ങൾക്ക് സ്പെസിഫൈ റേഡിയോ $1,000,000 ഐഡിയ മൗസ് ആൻഡ് വൈഫിന് വേണ്ടി എടുത്തോ സ്വന്തമായിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ നോട്ട്ബുക്ക് എല്ലാം പോലുള്ള ചാറ്റ് ബോർഡ്സ് അറിയാം. നമ്മളിപ്പോ ഒരു ടെക്സ്റ്റ് സ്പീച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ട് സ്പീച്ചായിട്ട് കിട്ടണം. ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഇപ്പൊ ഒരു ഇവിടെ UAE ഞാനൊരു റേഡിയോ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുക. ഞാനൊരു ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എല്ലാം ഉണ്ടാക്കിയിട്ട് കംപ്ലീറ്റ് ChatGPT, ഗൂഗിൾ പോലുള്ള എല്ലാ സൈറ്റുകളൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് UAE മാത്രമുള്ള ന്യൂസ് ചാനലും പിന്നെ കുറച്ച് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്, അത് ജനറേറ്റഡ് മ്യൂസിക് ആയിക്കോട്ടെ, കുഴപ്പമില്ല, ആരും കേൾക്കാത്തത് ഒരു റേഡിയോ ചാനൽ സ്റ്റാർട്ട് ചെയ്യണം. ഞാനൊരു 8 RJs ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് 8 RJs സൗണ്ട് ട്രെയിൻ ചെയ്യിച്ചിട്ട് 8 RJs വെച്ചു. കംപ്ലീറ്റ് ന്യൂസസ് ആയിട്ട് കണക്ട് ചെയ്തു. ഒന്ന് ആലോചിക്കുക, നമ്മൾ മലയാളമാണ് ആദ്യം ചെയ്യാമെന്നിരിക്കുക. മലയാളത്തിൽ നേരത്തെ കാണിച്ചു തന്നില്ലേ, ഇപ്പോൾ ഡീപ് ഡൈവ് പോലുള്ള കാര്യങ്ങളുണ്ട് നോട്ട്ബുക്ക് എല്ലാത്തിനും. നിങ്ങൾക്ക് നോക്കി അറിയാം, ജസ്റ്റ് ടെക്സ്റ്റ് കൊടുക്കുന്നു. പക്ഷെ ഇതെല്ലാം നമുക്ക് ഓട്ടോമേറ്റഡ് ആക്കാം, ഓട്ടോമേഷൻ ആക്കാം. അധികം അതിനെ വേണം അപ്ഡേറ്റഡ് തന്നെ. അതുപോലെ ഈ RJs സ്പെസിഫിക് ആയിട്ട് അവർക്കുള്ള ഷോസ് അടക്കം കൊടുത്തിട്ട് കംപ്ലീറ്റ് എല്ലാം ഓട്ടോമേറ്റഡ് ആക്കിയിട്ട് അവർ രാവിലെ ഷോ ഇത്ര മണിക്കൂർ കംപ്ലീറ്റ് ഷോ ചെയ്യുന്നു, ഒരു ദിവസം തീരുന്നു, അങ്ങനെ ദിവസം കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു സെയിം സാധനം മലയാളം റേഡിയോ ഓടുകയാണ്. ഈ സെയിം സാധനം സ്വിച്ച് ചെയ്തിട്ട് ഞാൻ എല്ലാ ലാംഗ്വേജും മലയാളം, ഇംഗ്ലീഷ്, അറബിക് എല്ലാ സാധനവും UAE ഈ സെയിം സാധനം UAE മാത്രമല്ലാണ്ട് ഞാൻ നേരെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോയി. ഇന്ത്യയിലെ ഈ സംസ്ഥാനത്തിൽ ഓരോരോ റേഡിയോ വെച്ചു. അതുപോലെ വേൾഡ് വൈഡിൽ കൊണ്ടുപോയി, ചൈന എല്ലായിടത്തും കൊണ്ടുപോയി. എങ്ങോട്ടാ പോണ പാവപ്പെട്ട RJസിന്റെ ഒക്കെ പണികൾക്കുള്ള വേൾഡ് വൈഡ് നിങ്ങൾക്ക് ഒരു റേഡിയോ ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അതും ഒരു ഐഡിയ. ഇതുപോലത്തെ മില്യൺസ് ഓഫ് ഐഡിയാസ് ChatGPT തരും. ഞാനൊന്നും പറയണ്ട. രാഹുൽ ചെയ്തിട്ടുണ്ട്, രാഹുലിന്റെ അത് കിടപ്പുണ്ട്. ഇനിയിപ്പോ ഇവന്റെ കാര്യം പറയും, ഇവൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയും. ഒന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എല്ലാവരും. ഞാൻ അതൊന്ന് നേരത്തെ പറയണമെന്ന് വിചാരിച്ചാണ്. അതായത് ഏറ്റവും ചെറിയ പ്രായത്തിൽ ഒരു കമ്പനീന്റെ CEO ഒക്കെ അച്ഛനെ പണിക്കാരനാക്കി വെക്കുന്ന തരത്തിലുള്ള ചില പ്രത്യേക തരം കുസൃതികളുള്ള പയ്യനാണ്. പറ, എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്?
ഞാൻ കുറച്ച് ക്ലാസ്സസ് എടുത്തിട്ടുണ്ട് ലൈക്ക് ടെഡെക്സിൽ പോയി സംസാരിച്ചു. TEDx സ്പീക്കറാ. ഒരു ഇൻഫ്ലുവൻസർ കൂടി അങ്ങനെ വീഡിയോസ് ഉണ്ടാക്കാറുണ്ട് AI റിലേറ്റഡ്. എൻ്റെ കമ്പനിയിൽ ഇപ്പം കുറേ AI ടൂൾസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ ജസ്റ്റീസും ഡെവോപ്സിന് വേണ്ടി AI ടൂളും അങ്ങനെ കുറേ കാര്യം. പിന്നെ എൻ്റെ യൂട്യൂബിൽ തന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ AI പോഡ്കാസ്റ്റ് ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അത് 2-3 വർഷം മുമ്പായിരുന്നു. ഞാൻ പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഏത് സമയത്താണ് ഈ AI വരുന്നത്? ഐ തിങ്ക് അറൗണ്ട് ഒരു എത്ര വർഷം 3-4 years. Yeah, 4 years. Yeah. സോ ഏകദേശം ഒരു എത്ര വയസ്സുള്ളപ്പോഴാണ്? ഒരു 12 Yeah, 12. അല്ലേ? ഞാൻ യൂട്യൂബ് ഒക്കെ തുടങ്ങിയപ്പോൾ ഒരു 2018. ആക്ച്വലി ഈവൻ യൂട്യൂബ് തുടങ്ങിയത് വേ ബാക്ക് ആണ്, ലോങ് ടൈം ബാക്ക്. ഐ തിങ്ക് അറൌണ്ട് 13-14 തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഓരോന്ന് ഹി വാസ് എക്സ്പെരിമെന്റിങ് a lot with his friends and lot of things. And യൂട്യൂബ് ചാനലിൽ പോകാൻ അറിയാം. ഐ തിങ്ക് 2013 ആണോ? 2013. സോ ഞാൻ ആലോചിക്കുന്നത് ഇവ യൂട്യൂബ് തുടങ്ങിയ പ്രായത്തിലൊക്കെ ഞാൻ സ്കൂളിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നൊരു കീർത്തി ബസ് ഉണ്ട്. കീർത്തി ബസ് മിസ്സായ ഏത് ബസ്സിനാ പോകേണ്ടതെന്ന് പോലെ ഇതൊക്കെ അല്ല, ഞാൻ ആലോചിക്കുന്നത് എനിക്കൊന്ന് ഒരു ഐഡിയ പോലെ ഏകദേശം 3 കിലോമീറ്റർ അപ്പുറത്താണ് മാധവാനന്ദ വിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ. കീർത്തി ഡിലക്സ് പോയോ എൻ്റെ മൊത്തം റിലയും പോയിണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ ഏത് സമയത്ത് തുടങ്ങിയെന്ന് പറഞ്ഞാൽ മറ്റേ AI 12 വയസ്സിൽ അല്ലേ? 12 വയസ്സിൽ AI തുടങ്ങിയിട്ടുണ്ട്. 12 വയസ്സിൽ കടയിൽ പോകാൻ സമയത്ത് അങ്ങോട്ടൊരോട്ടം ഇങ്ങോട്ടൊരോട്ടം തീർന്ന് ആ സമയത്താണ് പയ്യൻ കിടന്നിട്ട് AI കയറിയിട്ട് ജനറേഷൻ ഗ്യാപ്പ് ബ്രോ, ജനറേഷൻ ഗ്യാപ്പ്. താങ്ക് യു സോ മച്ച് ഇന്ന് ഇവിടെ വന്നു നിന്നതിൽ. ഈ ഒരു ടോക്ക് നിർത്തണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല, ടു ബി വെരി ഹോണസ്റ്റ്. ആക്ച്വലി നമ്മൾ ലേൺ ചെയ്യുന്ന സമയത്ത്, നമ്മൾ അൺലേൺ ചെയ്യുന്ന സമയത്ത്, റീലേൺ ചെയ്യുന്ന സമയത്ത് കുറേ അധികം സംഗതികൾ ഉണ്ടാവുന്നേ. ചുറ്റുപാടുള്ള ഓറയ്ക്ക് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ലേൺ ചെയ്യുന്നത്, നമുക്ക് മാറ്റാൻ കഴിയുന്ന സംഗതികൾ, നമുക്ക് എടുക്കാൻ പറ്റുന്ന സംഗതികൾ ഇങ്ങനെ വാസ്റ്റായി കിടക്കുന്ന ഒരു വലിയൊരു കടലിൻ്റെ അകത്തേക്ക് വീണ പോലെ ഉണ്ടായിരിക്കും. ഒരൊറ്റ കാര്യം ആദ്യമേ തന്നെ പറയാം, നമുക്ക് മുന്നിൽ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, പൗലോ കോയിലോ പറഞ്ഞത് വിട്ടേക്കണം, നമുക്ക് മുന്നിൽ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തുടങ്ങണം എന്നുള്ള ഒരൊറ്റ പറച്ചിലിനപ്പുറത്തേക്ക് തുടങ്ങി ഹാഫ് ഡൺ. അപ്പം തുടങ്ങിയാൽ മതി. പിന്നെ ബാക്കി നമ്മൾ ഈ ആഹാരം ഉണ്ടാക്കാൻ നിർത്തി എനിക്ക് ഭയങ്കര മടിയാ, ഒരു രക്ഷയില്ല. പക്ഷേ അവനുണ്ടാക്കി കൊടുക്കണമെന്ന് വെച്ചിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഇതാണ്. നനഞ്ഞല്ലോ കുളിച്ച് കയറാന്നുള്ള മൂഡ് ഏറ്റവും നന്നായിട്ട് മലയാളത്തിൽ തന്നെ ഉള്ളൊരു വാക്യമാണ്. നനഞ്ഞല്ലോ കുളിച്ച് കയറാം. എന്തായാലും നമ്മളൊരു പരിപാടിക്ക് ഇറങ്ങി അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നേ. സാധ്യതകൾ ഒരുപാടുണ്ടതേ അല്ലേ? ഓപ്പർച്യൂണിറ്റികൾ ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാരാണ് ലോകത്ത് വിജയിച്ചിട്ടുള്ളൂ അല്ലേ? അതെ. ഇനി ഒരു ഫാദേഴ്സ് ആൻഡ് ഹസ്ബൻഡ്സും കൂടെ തുടങ്ങിയാൽ മോംസ് we need something. We need to cry. തീർച്ചയായിട്ടും എനിക്ക് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞിട്ടുള്ള സാധനം എന്തായിരുന്നു? ഡാഡീസ് ആൻഡ് ഹബീസോ അങ്ങനത്തെ പറഞ്ഞിട്ടുള്ള സാധനം. മോംസ് ആൻഡ് വൈഫ്സ് എന്നുള്ളൊരു പകരം നിങ്ങൾ ഡാഡീസ് ആൻഡ് ഹബീസ് എന്നുള്ള ഒരു പുതിയ സാധനം കൂടെ തുടങ്ങണം. ഞങ്ങളും കൂടെ പണിയില്ലാതിരിക്കുന്ന ഒത്തിരി പേരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ടു ബി വെരി ഓണസ്റ്റ്, ഈ ഒരു സംഗതി ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് നമുക്ക് വന്നിട്ടുണ്ടായത് റെസ്പോൺസ് വാസ് ദാറ്റ് മച്ച്. അതായത് നമ്മുടെ ബോസ് ഒരു വീഡിയോ ഇട്ടതിന് ഏകദേശം 7,50,000 റാസിക്കാണെന്ന് തോന്നുന്നത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നല്ല? റാസിക്കായിരുന്നു പുള്ളിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്തത്. 7.5 ലക്ഷം സ്ത്രീകൾ അതിനോട് പ്രതികരിച്ചു. സോ അത്രയും ആളുകൾ സ്കിൽഡ് ആണ്. അവരൊരു സാധ്യത മുന്നിൽ, ഒരു ഓപ്പർച്യൂണിറ്റി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. ഒരു പക്ഷേ നാളെ ഇങ്ങനെയൊക്കെ ഇന്ന് സംസാരിക്കുന്നവരിൽ പല ആൾക്കാരും ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ വളർന്നു വന്ന ആൾക്കാരായിരിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയുണ്ട് അല്ലേ? താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. തിരിച്ചു അങ്ങനെ തന്നെ ഇതുപോലെ ജെയ്സൺ പ്രോംപ്റ്റ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നു. പിന്നെ ഏറ്റവും ഞാൻ എടുത്തു പറയേണ്ടത് റൗള് ഇവിടെ ഒരു വർക്ക്ഷോപ്പിന് വേണ്ടി വന്നതാണ്. അപ്പോൾ റൗളുടെ കൂടെ ഇരിക്കാനും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി സംസാരിക്കാനും ഈവൻ റൗളുടെ ഫാദർ ആയിക്കോട്ടെ കിട്ടിയ ഭയങ്കര ഒരു ലക്കായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ കൂടുതൽ ഇപ്പോൾ നിങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന കാര്യങ്ങൾ ഇവനെയൊക്കെ പോലുള്ള ആളുകളെ കാണിച്ചപ്പോൾ നിങ്ങളുടെ മക്കളിലേക്ക് അത് പകരുക. മോംസിൻ്റെ ഏറ്റവും വലിയ കാര്യം അതാണ്, വായിച്ചേണ്ടി അത് പകരുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളൊരു മാതൃകയാവും അവർക്ക് എന്താ ചെയ്ത് കാണിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ കാണിക്കുന്ന അതായിരിക്കും അവരുടെ മനസ്സിലുണ്ടാകുന്ന സ്പാർക്ക്. നിങ്ങൾ എന്ത് കൊടുക്കണോ അതായിരിക്കും അവർക്കും കിട്ടുക. അപ്പോൾ വലിയ കാര്യങ്ങളിലേക്ക് വരട്ടെ. നിങ്ങളുടെ ഇതുവഴി വലിയ സംരംഭകരുണ്ടാവട്ടെ. എല്ലാ ഭാവങ്ങളും എന്നല്ല. ഹാപ്പി ടു ഹാവ് യു ബോത്ത് ഇൻ മൈ ഷോ അല്ലേ? എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഒരു ഹാപ്പി ടു ഹാവ് യു മൈ ഷോ. നിങ്ങൾ 3 പേരും വന്നു നിന്നതിൽ നന്ദി.
താങ്ക് യു സോ മച്ച്.